എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എൻഎസ് അക്കാഡമി. എൻഎസ് അക്കാഡമിയുടെ പുതിയൊരു ലൈവ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ സെഷൻ നമുക്കറിയാം, നമ്മളുടെ കോഴ്സുമായി ബന്ധപ്പെട്ട് എക്സാമുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് സെഷനാണ്, ഫൈനൽ സെഷനാണ്. സോ നമ്മൾ കുറച്ചധികം നാളുകളായിട്ട് നമ്മളൊരു എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അത് നമുക്കറിയാം, നമ്മളെല്ലാം കാത്തിരുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാം ആഗ്രഹിച്ചു പഠിക്കുന്ന ഒരു തസ്തിക അല്ലെ, മീറ്റർ റീഡർ തസ്തിക. നമ്മൾക്കത് എത്തിച്ചേരാൻ കഴിയാത്ത ഒരു തസ്തികയൊന്നുമല്ല. ഒന്നാമത്തെ കാര്യം, നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു തസ്തിക തന്നെയാണ്. ഇത്തരത്തിൽ ഒരു IT ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഡിപ്ലോമ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നല്ലൊരു പോസ്റ്റ് തന്നെയാണ് മീറ്റർ റീഡർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാം പ്രിപ്പറേഷനാണ് നമ്മളുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ എൻഎസ് അക്കാഡമിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്കായിട്ട് കുറച്ചധികം എഫേർട്ടുകൾ എടുത്തുകൊണ്ടായാലും നിങ്ങളിലേക്ക് അത് എത്തിക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. അപ്പൊ അതിന്റെ ഒരു പര്യവസാനം എന്ന നിലയിൽ അവസാനത്തെ സെഷനാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സാം ഡേറ്റ് നമുക്കറിയാം 29 ജനുവരി 29-ാം തീയതി രാവിലെ എക്സാം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇനി അധികം ദിവസങ്ങളൊന്നും ഇല്ല. നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ നമ്മുടെ ഇതിനകത്ത് കയറിയിട്ടുള്ള 16-17 കുട്ടികളുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ നമ്മളുടെ കോഴ്സ് ഫോളോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം അവർക്ക് ഈ പറയുന്ന 4 ദിവസം അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളെല്ലാം തന്നെ വളരെ കൂളായിട്ട് കാര്യങ്ങൾ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. എസ്പെഷ്യലി നമ്മളുടെ എക്സാമിന്റെ തലേന്ന് രാത്രിയിൽ അധികം എഫേർട്ടൊന്നും എടുക്കാൻ നിൽക്കണ്ട. കാര്യം നമ്മൾ ഓൾറെഡി എല്ലാം പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണ് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരാണ്. പിന്നീട് ബുദ്ധിമുട്ട് വരുന്ന ഏതെങ്കിലും ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ, കുറച്ച് വാല്യൂസോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 1-2 തവണ എഴുതി നോക്കുക അല്ലെ. 1-2 തവണ എഴുതി നോക്കുക, നമുക്ക് കിട്ടുന്നുണ്ടോ. അല്ലെന്നുണ്ടെങ്കിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോവുക. ചില ആംഗിൾസുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആവും. അത് ഒരുപക്ഷെ നമ്മളുടെ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ കൺഫ്യൂസിങ് ആവുന്നുണ്ടാവുക. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ എന്തെങ്കിലും തരത്തിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ഹാളിനുള്ളിൽ കയറിയതിനു ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടക്കത്തിൽ ചെയ്യേണ്ടത്, ഹാളിനുള്ളിൽ കയറി തുടക്കത്തിൽ ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ബുക്ക്ലെറ്റ് തുറക്കാനുള്ള ബെല്ലടിക്കും, നമ്മൾ തുറക്കുന്നു. ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ളത് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് മറിച്ച് നോക്കിക്കൊണ്ട് എല്ലാ ക്വസ്റ്റ്യനുകളും ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അതായത് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പൊ A കോഡ് ആണെന്നുണ്ടെങ്കിൽ A കോഡ് അത് കൃത്യമായിട്ടാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. കറസ്പോണ്ടിങ് OMR ഷീറ്റ് തന്നിരിക്കുന്നത് അതേ കോഡാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടി കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്, അത് ഏതൊരു പരീക്ഷയായാലും അങ്ങനെ തന്നെ ചെയ്യണം. ആദ്യം ഈ പറയുന്ന ചില പ്രിന്റിംഗ് മിസ്റ്റേക്കുകളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു പേജ് ഒന്നും കാണില്ല. നമ്മൾ പരീക്ഷ എഴുതി തുടങ്ങുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് പിന്നെ അത് ഒരു ബുദ്ധിമുട്ടിലേക്കൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ചില ക്വസ്റ്റ്യനൊക്കെ പ്രിന്റ് ചിലപ്പം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ചിലപ്പോൾ തെളിഞ്ഞ് കാണത്തില്ല, അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യനുകൾ കാണില്ല, മിസ്റ്റേക്ക് ഉണ്ടാവും. നമ്മൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മിസ്സായി കാണും. ചിലപ്പോൾ ലാസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ മിസ്സായി കാണും. ഒരു പേജിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ, ഫോർ എക്സാമ്പിൾ 9ാമത്തെ ക്വസ്റ്റ്യൻ അവിടെ ഇല്ല. അപ്പോൾ 8 കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തായിട്ടുള്ളത് 10 ആണ്. നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ ചിലപ്പോൾ അത് ഒരു പക്ഷേ അത് ശ്രദ്ധിക്കണമെന്നില്ല. തുടക്കത്തിൽ തന്നെ എല്ലാ ക്വസ്റ്റ്യനുകളും അതിൽ പ്രിന്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ എല്ലാ പേപ്പറുകളും ക്വസ്റ്റ്യൻ പേപ്പറുകൾ അല്ലെങ്കിൽ ഓരോ ഷീറ്റും അതിനകത്തുണ്ട് എന്നുള്ള കൃത്യമായിട്ടൊന്ന് നമ്പർ ഒന്ന് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ 100 ക്വസ്റ്റ്യനും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഓക്കെ ആണ്. ഇനി ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയം വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ടാവും അല്ലെ. 1ാമത്തെ ചോദ്യം നമ്മൾ ചെയ്യുന്നു, ഓക്കെയാണ്, കോൺഫിഡൻറ്റോടെ നമ്മൾ ചെയ്യുന്നു. 2ാമത്തെ ചോദ്യം ചെയ്യുന്നു. അപ്പൊ ആദ്യത്തെ ഒരു 10 ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കൊള്ളാലോ, അല്ലെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ടുള്ളതുണ്ടല്ലോ എന്ന് വിചാരിക്കും. അപ്പൊ നമ്മളൊന്ന് റിലാക്സ്ഡ് ആവും. സാധാരണഗതിയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ആദ്യത്തെ ഒരു 10 ചോദ്യം കാണുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ, ഇത് ഇത്രയേ ഉള്ളൂ, എനിക്ക് തോന്നുന്നു ഇത് എളുപ്പമല്ലേ
എന്നുള്ള രീതിയിൽ നമ്മളുടെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ടൊരു ചിന്ത വരും. കാര്യം ഇതെല്ലാം എനിക്കറിയാമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് റിലാക്സ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴെന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 11ാമത്തെ ചോദ്യം മുതൽ നമ്മളും ഒന്ന് റിലാക്സ്ഡ് ആവും. അപ്പോൾ നമ്മളുടെ ആ ഒരു കോൺസെൻട്രേഷൻ കുറയാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഈ പറഞ്ഞ രീതിയിൽ ചോദ്യം ലാഘവത്തോട് കാണുകയോ അല്ലെങ്കിൽ ഈസി ആണല്ലോ എന്നുള്ള ഒരു മട്ടിലേക്ക് മാറാനുള്ള സാധ്യതയാണ് ഞാൻ ഈ പറയുന്നത്. എല്ലാവരും അങ്ങനെ ആവണമെന്നല്ല. എന്നാൽ മറ്റു ചില ആൾക്കാർ ആദ്യത്തെ ഒരു 10 ചോദ്യം കാണുമ്പോഴത്തേനും അങ്ങ് പേടിക്കും. ഈ ആദ്യത്തെ 10 ചോദ്യത്തിനകത്ത് എനിക്ക് 5 എണ്ണേ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. കാര്യം ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമുക്കറിയാം നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ നമ്മളുടെ 100ാമത്തെ ചോദ്യമായിരിക്കും അദ്ദേഹത്തിന് 1ാമതായിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ ചിലപ്പോൾ ഒരുപക്ഷെ 100ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കുറച്ചധികം കട്ടിയായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ അവസാനത്തെ ഒരു 10 ചോദ്യം എന്ന് പറയുന്നത് ഒരു പക്ഷെ കട്ടിയായിട്ടുള്ള ചോദ്യമായിരിക്കും. അപ്പൊ തുടക്കത്തിലെ ആ ഒരു കട്ടിയായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ടഫായിട്ടുള്ള ഒരു ചോദ്യം വന്നു എങ്കിൽ തന്നെയും അപ്പൊ തുടക്കത്തിൽ വരുന്ന ക്വസ്റ്റ്യനുകളൊന്നും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അത് മുന്നോട്ടുള്ള ചോദ്യവും അങ്ങനെ തന്നെ ആയിരിക്കുമോ, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഒരു രീതിയിലുള്ള ചിന്താഗതിയും ഉണ്ടാവാം. ഞാൻ പറയുന്നത് 2 കാറ്റഗറിയാണ് അതിനകത്ത് ഉണ്ടാവുക. ഒന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു ധാരണയിലേക്ക് നമ്മൾ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യനുകൾ കാണുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നീട് ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ എന്താണ് ക്വസ്റ്റ്യനുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണല്ലോ, എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്താഗതി അവിടെ വരാനും സാധ്യത. ഇത് രണ്ടും നമ്മളെ സംബന്ധിച്ചോളം ആ ഒരു മണിക്കൂർ നമ്മൾ ആ ഒരു എക്സാം ഹോൾ പരീക്ഷ എഴുതുന്ന സമയത്ത് ഇങ്ങനെ ഈ രണ്ട് ചിന്താഗതിയും നമ്മൾക്ക് വരരുത്. ഓക്കെ, അപ്പൊ ഓരോ ചോദ്യവും ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഇത്രയേ ഉള്ളൂ. ഓരോ ചോദ്യവും വളരെ നല്ല രീതിയിൽ തന്നെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഉത്തരത്തിലേക്ക് പോവുക. ഓക്കെ, ചിലപ്പോ നമ്മൾ വായിക്കുന്നതൊന്ന് നമ്മൾ മനസ്സിലേക്ക് എത്തുന്നത് മറ്റൊന്ന്, അങ്ങനെ ഒരു സാധ്യതകൾ വരാനുണ്ട്. അത് ഈ പറഞ്ഞ അശ്രദ്ധ മൂലമാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ ഓരോ ക്വസ്റ്റ്യനുകളും ഓപ്ഷനുകളും വായിച്ച് മനസ്സിലാക്കി ഉത്തരം രേഖപ്പെടുത്തേണ്ടത്. രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ബബിൾ ചെയ്യണം. ബബിൾ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ നമ്മൾ വളരെ കെയർലെസ് ആയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ടെൻസ്ഡ് ആയിരിക്കും അല്ലെ. ഈ ഒരു നമ്മളിപ്പോ ഇരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല. ഇതിനകത്ത് ചിലപ്പോൾ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന കുട്ടികളുണ്ടാവും, ആൾക്കാരുണ്ടാവും. ചിലപ്പോ കണ്ടിന്യൂസ് ആയിട്ട് പരീക്ഷ എഴുതി അവരെ സംബന്ധിച്ചോളം കുഴപ്പമുണ്ടാവില്ല. കണ്ടിന്യൂസ് ആയിട്ട് പരീക്ഷ എഴുതി മനസ്സിലാക്കിയിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇതിപ്പോ കോമൺ ആയിട്ട് ഞാൻ പറയുക. ചിലപ്പോൾ കുറച്ചാൾ കുറച്ച് മുന്നേ എഴുതിയിട്ടുണ്ടാവും, ഇപ്പോൾ കുറച്ചാൾ പരീക്ഷ എഴുതുന്നില്ല, ഇനി ഒന്ന് പരീക്ഷ എഴുതി തുടങ്ങാം എന്ന് കരുതുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പൊ അവരൊക്കെ സംബന്ധിച്ചോളം ഈ പറയുന്ന നമ്മളുടെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്ന ഒരു 1 hour എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കുന്നത്. അതായത് നമ്മൾ ഇത്രയും നാള് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മളെല്ലാവരും പഠിക്കുന്നത്. നമ്മൾ അത്രയും എഫേർട്ട് എടുത്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമുക്കതിന്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് തീർച്ചയായിട്ടും വേണം അല്ലെ. അപ്പൊ ആ ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു 1.5 മണിക്കൂറാണ് നമ്മളുടെ ഹോൾ എന്ന് പറയുന്നത്. യെസ്, അപ്പൊ അത് വളരെ കൂളായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി ടെൻസ്ഡ് ഒന്നും ആവാണ്ട് ഒരു കുഴപ്പമില്ല, നമുക്ക് യാതൊരുവിധ കുഴപ്പവും അതിനകത്ത് ഉണ്ടാവില്ല. കാര്യം നമ്മളെല്ലാം പ്രിപ്പയർഡ് ആണ്, സംശയമൊന്നുമില്ല അല്ലെ. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയാം. ഇനി അതിനകത്തുനിന്ന് വല്ല 1-2 ചോദ്യങ്ങൾ ദൂരെ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാത്തതായിട്ടുണ്ടെങ്കിൽ വിട്ടുകളയാ, കുഴപ്പമില്ല. ബാക്കി 98 മാർക്ക് മതി നമുക്ക്. അല്ലെങ്കിൽ ഒരു 90 മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും കഴിയണം. അപ്പൊ അതിലൂടെ നമുക്ക് മുന്നോട്ട് വരാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ ഈ പറയുന്ന രീതിയിലേക്ക് OMR ഷീറ്റിലേക്ക് നമ്മളുടെ ആൻസർ എത്തുന്ന സമയത്ത് നമ്മൾ വായിക്കുന്നത് ഒരു രീതി, മനസ്സിൽ പഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ മനസ്സിലേക്ക് വരുന്നത് മറ്റൊരു രീതി, OMRൽ വരുന്നത് 3ാമത്തെ രീതി. അപ്പൊ അതങ്ങനെ ആയി വരരുത്. അപ്പോ ക്വസ്റ്റ്യനുകൾ വളരെ സാവധാനം മനസ്സിലാക്കുക. ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ഒരു തവണയോടെ വായിക്കുക. ഓക്കെ, ക്ലിയർ ആക്കുക, റൈറ്റ് ഓപ്ഷനിലേക്ക് വരിക. ഇത്തരം മനസ്സിലായെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്പർ നോക്കി ബബിൾ ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിക്കപ്പോഴും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, പിന്നീട് ഈ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ 1-2 ചോദ്യങ്ങൾ, തുടക്കത്തിലെ ചോദ്യങ്ങൾ ബുദ്ധിമുട്ടായിട്ട് വരുന്നു. നമ്മൾ ഒരു തവണ വായിച്ചു, അപ്പോൾ അതിനകത്ത് 2 ഓപ്ഷനുകൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നു. 2 നമ്മൾ കളഞ്ഞു. എലിമിനേഷൻ മെത്തേഡ് വഴി 2 അതല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചു. ഇനിയാണ് നമുക്ക് ഡൗട്ട് ഉള്ളത്, A ആണോ C ആണോ എന്നുള്ളൊരു ഡൗട്ട്. A ആണോ C ആണോ എന്നുള്ളൊരു ഡൗട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം?
അത് നമ്മൾ ജസ്റ്റ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അതവിടെ നിന്നോട്ടെ, ജസ്റ്റ് ഒന്ന് ബബിൾ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനകത്തൊരു മാർക്ക് കൊടുക്കുക, ഒന്ന് റൗണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ നമ്പറിന്റെ അവിടെ റൗണ്ട് കൊടുക്കുക. നമുക്ക് തിരിച്ചു വരേണ്ടതായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി നമുക്ക് ആ ഒരു സമയത്ത് വായിച്ചപ്പോൾ നമുക്കത് മനസ്സിലാവുന്നില്ല, എ ആണോ സി ആണോ എന്നുള്ളൊരു സംശയം വരുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ കൂടുതൽ സമയം കളയാൻ നിൽക്കണ്ട, അടുത്ത ചോദ്യത്തിലേക്ക് വരിക, ബാക്കിയുള്ള ചോദ്യത്തിലേക്ക് മുന്നോട്ട് പോവുക. അപ്പൊ ഇവിടെ ഈ പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ചോദ്യം നമുക്ക് ബുദ്ധിമുട്ടായിരുന്ന ചോദ്യത്തിനകത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോർഷൻ ആയിരിക്കും നമുക്ക് അത് പെട്ടെന്ന് ഓർമ്മ വരാതിരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് അന്നേരം അങ്ങനെ ഓർമ്മ വന്നില്ല എങ്കിൽ തന്നെയും പിന്നീട് നമ്മൾ മുന്നോട്ട് പോയിട്ട് ഒരു 75ാമത്തെ ചോദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്യും. ഈ പറയുന്ന നമ്മളുടെ ഓരോ സിലബസ് ഈ പറയുന്ന നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു ചെയിൻ പോലെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കണ്ണി അതിനകത്ത് ചെറിയ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് ബ്രേക്ക് ആവും. പിന്നീട് നമ്മൾ ഈ ആ ഒരു ബ്രേക്ക് ആയിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് പോർഷൻ ഫില്ല് ചെയ്യുന്നുണ്ടാവുക നമുക്ക് മറ്റൊരു ഭാഗത്ത് ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് ഈ ഒരു ബ്രേക്ക് അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ടാവുക. പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറുണ്ട്. നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്ത സമയത്ത് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 5ാമത്തെ ചോദ്യമായിട്ട് തന്നെ വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ 1-2 ക്വസ്റ്റ്യനുകൾ ഇത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യനുകൾ പിന്നീട് വരാറുണ്ട്. അപ്പോ നമ്മൾ ഒന്നാമത്തെ ചോദ്യം നമ്മൾ ഒരു തെറ്റുത്തരമാണ് കൊടുത്തതെന്നിരിക്കട്ടെ, നമ്മൾ അന്നേരം വായിച്ചപ്പോൾ നമുക്ക് തോന്നിയ ഉത്തരം തെറ്റാണ് എന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലായി. അതായത് 4ാമത്തെ ചോദ്യം വായിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഒന്നാമത്തെ ചോദ്യം ഉത്തരം എഴുതിയത് തെറ്റാണ് എന്നുള്ളത് നമുക്ക് തന്നെ ബോധ്യമായി അല്ലെ. നമുക്ക് തന്നെ ബോധ്യമായി. അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്, എക്സാം ഹോളിൽ ഉണ്ടാവരുത്. കാര്യം അത് പിന്നീടുള്ള ക്വസ്റ്റിനെ നമ്മളത് ബാധിക്കും. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളൊരു വിഷമം അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് കഴിവതും ഈ ഡൗട്ട് ഉണ്ടാവുന്നത് ഒന്ന് ഹോൾഡ് ചെയ്തുകൊണ്ട് പിന്നീട് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 1-2 തവണ വായിച്ചു, 1-2 മിനിറ്റ് എടുത്തു നമ്മൾ, ഓക്കെ ഫൈൻ. അത് കൂടുതൽ സമയം അതിനകത്ത് അതിൽ കളയാതെ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുക. എല്ലാവരും അടുത്ത ചോദ്യത്തിലേക്ക് പോവുക. ഓക്കെ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻ ബിറ്റ്വീൻ കുറെ അധികം ചോദ്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടാകും. അത് ഉടനെ ഒരു ഡിസിഷനിലേക്ക് എത്താതെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക, ഹോൾഡ് ചെയ്യുക. 100 കടന്നു പോവുക, 100ലൂടെയും കടന്നു പോവുക. അപ്പൊ 100ലൂടെയും നമ്മൾ പോയി 100 ചോദ്യം നമ്മൾ അറ്റൻഡ് ചെയ്തു. 100-നകത്ത് നമ്മളിപ്പോ ഒരു 80 എണ്ണം അറ്റൻഡ് ചെയ്തു എന്നിരിക്കട്ടെ. 80 എണ്ണം നമ്മൾ ആദ്യത്തെ സ്ട്രെച്ചില് ചെയ്തു വന്നപ്പോൾ നമുക്ക് ഒരു 100-ല് 80 എണ്ണവും നമുക്ക് കിട്ടി. 80 ചോദ്യം നമ്മൾ ചെയ്തു. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടിക്കാണും. അതായത് ഓക്കെ, നമ്മൾ ഏകദേശം ഒരു 100 ഔട്ട് ഓഫ് 100 80 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫൈൻ. ആ സമയത്ത് നമുക്ക് ബാക്കി 20 ചോദ്യത്തിലേക്ക് വീണ്ടും പോവാം. ബാക്കി 20 ചോദ്യത്തിലേക്ക് ജസ്റ്റ് വീണ്ടും ഒന്നുകൂടെ ഒന്ന് പോവുക. ഒന്നുകൂടെ പോകുന്ന സമയത്ത് നമ്മൾ ആ ചോദ്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ആ ഒരു ചോദ്യം വീണ്ടും റിവൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന എ ആണോ സി ആണോ എന്നുള്ളതിനകത്തൊരു ക്ലാരിറ്റി വരുന്നുണ്ടെങ്കിൽ മാത്രം അത് അറ്റൻഡ് ചെയ്യുക. അല്ലാണ്ട് നമുക്കൊരു 95 എണ്ണം വേണമല്ലോ എന്ന് കരുതി ബാക്കി 15 എണ്ണം നമുക്കൊരു ഐഡിയ വെച്ച് ഒരു 50-50 ചാൻസ് വെച്ച് കൊടുക്കുന്നതിനെക്കാട്ടി ഉപരി നമ്മൾ ആ നെഗറ്റീവ് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാര്യം നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കുക, മാക്സിമം ഒഴിവാക്കുക. പിന്നീട് ചിലപ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മൾ ആ ഒരു ചോദ്യം വായിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നാം ഇത് ചോദ്യം തെറ്റാണല്ലോ. ചില സമയങ്ങളിൽ ചില ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നമ്മൾ അല്ലെങ്കിൽ ചില എക്സാമുകളൊക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നും ഈ ചോദ്യം തെറ്റാണല്ലോ, അല്ലെങ്കിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മളുടെ ഓപ്ഷനിൽ ഇല്ലല്ലോ എന്നുള്ളൊരു ധാരണ നമുക്ക് പലപ്പോഴും വരാറുണ്ട്. അതെല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല. അതായത് അതിന് അനുയോജ്യമായ ഉത്തരം അതിൽ തന്നെ ഉണ്ടാകും. ഓക്കെ, പക്ഷെ നമ്മൾ പഠിച്ചത് ഉത്തരമല്ല അവിടെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അവിടെ നമുക്ക് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ചോദ്യം ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കിയതിനു ശേഷം ആ ചോദ്യത്തിന് ഉത്തരമായി വരാൻ സാധ്യതയുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള 4 ഓപ്ഷനിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് കാര്യം. അത് ആ ഒരു ഉത്തരമായിരിക്കും അവിടെ നമ്മൾ PSCയുടെ ഉത്തരമായിട്ട് വരാൻ സാധ്യതയുള്ളത്. കാര്യം നമ്മളത് വിട്ടു കഴിഞ്ഞാൽ പിന്നീട് അത് ഡിലീഷനോ മറ്റോ ആയില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വിട്ടു എന്നുള്ള രീതിയിലേക്ക് മാറും.
അല്ലെ? എന്നാൽ ഈ പറയുന്ന 4 ഓപ്ഷനിൽ നിന്നും ഏറ്റവും അടുത്തായിട്ട് നിൽക്കുന്ന ഉത്തരം ഏതാണോ അതിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും വാല്യൂ റേഞ്ചോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യത. ഓക്കെ, അപ്പോൾ ആ റേഞ്ച് നോക്കിയിട്ട് ആ റേഞ്ചിന്റെ അടുത്തേക്ക് തന്നെ എത്തിക്കുക എന്നുള്ളതാണ് കാര്യം. ആ റേഞ്ചുമായി ബന്ധപ്പെട്ടായിരിക്കും പല പല ടെക്സ്റ്റ് ബുക്കുകളിലും പല വാല്യൂസും ചെറിയ വ്യത്യാസത്തിലാണ് കൊടുക്കുന്നുണ്ടാവുക. സോ അപ്പോൾ ആ ഒരു ചോദ്യകർത്താവ് ഇട്ട ടെക്സ്റ്റ് ബുക്കിൽ ആ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച ടെക്സ്റ്റ് ബുക്കിൽ മറ്റൊരു വാല്യൂ ആയിരിക്കും. അപ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കേസസ് ഒക്കെ അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഫൈൻ, അതൊരു കാര്യമാണ്. പിന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനുകളൊക്കെ കുറച്ച് കൺഫ്യൂസിങ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ചിലപ്പോൾ നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവാത്ത ഒരു സാഹചര്യത്തിലേക്കൊക്കെ വരും. അതായത് കുറച്ച് ട്വിസ്റ്റിംഗ് ആയിട്ടൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് എന്താണ്, ആ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാവാത്ത, ചിലപ്പോ ശ്രദ്ധിക്കേണ്ട ചോദ്യം നോട്ട്, അതായത് തെറ്റായിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവുക. നമ്മൾ മനസ്സിലാക്കുന്നത് ശരിയായിട്ടുള്ളതായിരിക്കും നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ആൻസർ എഴുതുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ഈ പറയുന്ന മിസ്റ്റേക്കുകൾ, ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി ഉത്തരം എഴുതുന്നതിനകത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കഴിവതും ഒഴിവാക്കുക. അതിന് ചെയ്യേണ്ടതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, വളരെ സാവധാനത്തില് വളരെ കെയർഫുൾ ആയിട്ട് ഒരു തവണ വായിക്കുക, 4 ഓപ്ഷനുകൾ നോക്കുക. ഓക്കെ, ആ ഒരു തവണ വായിച്ചു 4 ഓപ്ഷനിൽ ഒരെണ്ണം നമുക്ക് ഉത്തരമായിട്ട് കിട്ടി, സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. എങ്കിൽ തന്നെയും ഒരു തവണയും കൂടെ വായിച്ച് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമ്മളുടെ OMRലേക്ക് പോവാം. OMRലേക്ക് പോകുമ്പോൾ OMRൽ ചെന്ന് ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് നോക്കി, അവിടെ യാതൊരു വിധത്തിലും മറ്റ് കോളത്തിനകത്തൊന്നും മറ്റ് ബബിളിലൊന്നും യാതൊരു വിധത്തിലും കോണ്ടാക്ട് വരാതെ കൃത്യമായിട്ട് ആ ഒരു ഓപ്ഷൻ ബബിൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, ബബിൾ ചെയ്ത് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ പറഞ്ഞ ഓരോ ക്വസ്റ്റ്യനുകളായാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അധികം സമയവും ഒരു ക്വസ്റ്റ്യനും കളയരുത്, അല്ലെ? ഇത്തരത്തിൽ തുടക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തുടക്കത്തിൽ ഒരു ക്വസ്റ്റ്യനും അധികം സമയം കളഞ്ഞ് പിന്നീട് അങ്ങോട്ടും ഒരു ഹറിബറി ആയി പോകും. അപ്പോൾ അത് പോകട്ടെ, ഏതെങ്കിലും ഒരു ചോദ്യം ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് പൊക്കോട്ടെ. അപ്പൊ ഏതെങ്കിലും ഒരു പ്രോബ്ലം വന്നു, അത് ചെയ്തു നോക്കി, അന്നേരം കിട്ടുന്നില്ല, വിട്ടുകളയുക. നമുക്ക് ബാക്കി ഇക്വേഷനൊക്കെ നമുക്കറിയാം, പക്ഷെ കിട്ടുന്നില്ല. ചിലപ്പോൾ ആ ചോദ്യത്തിനകത്ത് ഉത്തരം കാണത്തില്ല. ചില പ്രോബ്ലംസ് ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് സാധാരണഗതിയിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനകത്ത് ഇങ്ങനെ നിൽക്കും. ആ ഒരു പ്രോബ്ലം നമുക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു പ്രോബ്ലം, വളരെ സിമ്പിൾ പ്രോബ്ലം ആണ്, നമുക്ക് വളരെ നന്നായിട്ട് അറിയാം, ഇക്വേഷൻ അറിയാം, ബാക്കിയെല്ലാം അറിയാം. നമ്മൾ ഇക്വേഷനൊക്കെ 2-3 തവണ എഴുതും, വീണ്ടും 2-3 തവണ വാല്യൂ ഇട്ട് നോക്കും, എപ്പോഴെല്ലാം കിട്ടുന്നത് ഒരു വാല്യൂ, ഒരു ഉത്തരം കിട്ടും. ആ ഉത്തരവാദി നമ്മുടെ ഓപ്ഷനിൽ ഇല്ലതായി, നമ്മൾ വിട്ടു, അല്ലെ? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആകെ ടെൻഷൻ ആവും. അയ്യോ, അറിയാവുന്ന ചോദ്യം പോയല്ലോ, നമ്മൾ വീണ്ടും ടെൻഷൻ ആവും. അപ്പോൾ വിട്ടുകളയുക. അത്തരത്തിലുള്ള ആദ്യം ചെയ്തു, രണ്ടാമത് ഒന്നുകൂടെ നോക്കി, ഓക്കെ, അപ്പോഴും കിട്ടുന്നില്ല ഉത്തരം, അവിടെ നിൽക്കട്ടെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവുക. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ഇതുപോലെ കുട്ടികൾ പറയാറുണ്ട്, ആ ഒരു ക്വസ്റ്റ്യനകത്ത് എനിക്കധികം സമയം പോയി, അതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് സമയം കിട്ടിയില്ല എന്നുള്ള ഒരു കേസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം 1.25-1.5 മണിക്കൂർ ആയെങ്കിൽ തന്നെയും എന്താണ്, ഇത്തരത്തിൽ ചില ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ സ്റ്റേറ്റ്മെന്റുകളും വായിച്ച് മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ക്വസ്റ്റ്യനുകളുണ്ട്. അപ്പോൾ അവിടെ കൂടുതൽ സമയം നമ്മൾ പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് വായിച്ചിട്ട് മനസ്സിലാവാതെ വരുന്ന കേസസും ഉണ്ട്. അത് 1-2 തവണ വായിച്ച് ഓപ്ഷനുകളൂടെ നോക്കി എന്താണ് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കി ഉത്തരം എഴുതേണ്ട കണ്ടീഷനുകളുണ്ട്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഒരു എക്സാം ഹോളിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ വായിച്ച ലാഘവത്തോടു കൂടി ആയിരിക്കില്ല വായിക്കുന്നുണ്ടാവുക. നമ്മളെല്ലാം ടെൻസ്ഡ് ആയിരിക്കും, അല്ലെ? നമ്മളെല്ലാം പരീക്ഷാ ഹാളിൽ വരുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെ അല്ല, നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, അല്ലെ? പ്രത്യേകിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എഫേർട്ട് എടുത്ത് പ്രിപ്പയർ ചെയ്ത് പോയിരിക്കുന്ന ഒരു പരീക്ഷ, ആ ഒരു 15 മിനിറ്റ്സ് നമ്മുടെ കൂൾ ഓഫ് ടൈം ഇല്ലേ, ആ കൂൾ ഓഫ് ടൈമിൽ നമ്മളുടെ ചിന്താഗതി എങ്ങനെയാണെന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അല്ലെ? നമ്മുടെ ആ ഒരു എക്സാമിന് വേണ്ടി, നമ്മൾ ആ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എന്താ ചിന്തിക്കുക, അല്ലെ? നമ്മൾ ഈ പറയുന്ന നമ്മളെല്ലാം ഓരോ മൊഡ്യൂളുകളും നമ്മളുടെ മനസ്സിലൂടെ വരും, അല്ലെ? ഈ പറയുന്ന 10 മൊഡ്യൂളുകളും നമ്മൾ എന്തൊക്കെ വായിച്ചു പഠിച്ചു, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പോയി എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഓരോ മൊഡ്യൂളുകളിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ വീണ്ടും ഇങ്ങനെ വരുന്നുണ്ടാവും നമ്മുടെ മനസ്സിൽ. ആലോചിച്ച് നോക്കി, അങ്ങനെയല്ലേ വരിക? അപ്പൊ അവിടെ നമ്മൾ ആ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മെന്റാലിറ്റി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ വളരെ ടെൻസ്ഡ് ആയിരിക്കും,
അപ്പൊ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ നമ്മൾ വളരെ കൂളായിട്ടും വളരെ തമാശ രൂപേണയൊക്കെ നമ്മൾ പറഞ്ഞു പോയെങ്കിൽ തന്നെയും നമ്മൾ എക്സാം ഹോളിൽ ഇരിക്കുന്ന സമയത്ത് ഈ ഓരോ ഓപ്ഷൻസും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെ? ഓരോ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്, അവിടെ ഓരോ ഓപ്ഷൻസും ഓരോ ഉത്തരങ്ങളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നമ്മൾ മനസ്സിൽ ആലോചിച്ച് വേണം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുന്നതും ഉത്തരത്തിലേക്ക് എത്തുന്നതും. ഇനി നമ്മൾ ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാത്തൊരു കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മൾ വായിക്കാത്തതുമായിട്ടുള്ളതെങ്കിലും പഠിക്കാത്തതുമായിട്ടുള്ളതും ഒക്കെ ഉള്ള ആണ് എന്നുണ്ടെങ്കിൽ അത് ലീവ് ചെയ്തോളൂ, കുഴപ്പമില്ല, അത് വിട്ടേക്കുക. ഓക്കെ, അപ്പോൾ അതിനകത്ത് കയറി ഈ പറഞ്ഞ രീതിയിൽ ഉത്തരത്തിലേക്ക് എത്തി അത് തെറ്റിക്കേണ്ട എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ പിന്നീട് ഈ പറയുന്ന പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ഈ മോഡ്യൂളുകൾ അതിന്റെ ഒരു ഓർഡറിലായിരിക്കും വരുന്നുണ്ടാവുക. പലപ്പോഴും നമ്മളത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി, എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. അതായത് ഇപ്പൊ ആദ്യത്തെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെറ്റ് എയില് 3ാമത്തെ മോഡ്യൂളാണ് ആദ്യത്തെ 10 ചോദ്യം. കാര്യം ഇവിടെ 10 മാർക്കാണ് ഓരോ മോഡ്യൂളിനും ഉള്ളത്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഒരു പക്ഷേ. പിന്നെ അത് 6ാമത്തെ, അതായത് ആദ്യത്തെ 10 ചോദ്യം 3ാമത്തെ മൊഡ്യൂൾ ആണെന്നുണ്ടെങ്കിൽ അതിനുശേഷം വരുന്ന 11ാമത് മുതൽ 20 വരെ ഏതായിരിക്കും? ചിലപ്പോൾ 5ാമത്തെ മൊഡ്യൂൾ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോ ഈ ഓരോ മൊഡ്യൂളും നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ കിട്ടും ഏത് മൊഡ്യൂളിൽ നിന്നാണ് ഈ ചോദ്യം വരുന്നത് എന്നുള്ളത്. മനസ്സിലായോ? അപ്പൊ ആ മൊഡ്യൂളിൽ നിന്നും എല്ലായ്പ്പോഴും അതുപോലെ ആവണമെന്നില്ല, ഞാൻ പറയുകയാണ്, ഷഫിൾ ചെയ്ത് വരുന്നുണ്ടാകാം. അപ്പൊ ആ ഓരോ മൊഡ്യൂളിൽ നിന്ന്, അപ്പൊ നമ്മൾ ലാസ്റ്റ് ഡിസ്കഷൻ സെഷൻ എടുത്തപ്പോ നമ്മൾ പറഞ്ഞിരുന്നു ഹീറ്ററുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം. അപ്പോൾ അതിനകത്ത് ഏറ്റവും അവസാനത്തെ ചോദ്യം നമ്മൾ പറഞ്ഞ എങ്ങനെയായിരുന്നു? അതായത് ഏറ്റവും കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യുന്ന ഒരു സിസ്റ്റം ഏതാണ്, ഒരു അപ്ലയൻസ് ഏതാണെന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വന്നത്. അതിനകത്ത് റെഫ്രിജറേറ്റർ, ഇത് വാട്ടർ ഹീറ്റർ ഒക്കെ ഉണ്ട്. അപ്പൊ ഉത്തരം എന്താ? വാട്ടർ ഹീറ്റർ എന്നാവുന്നത്. കാര്യം അത് നമ്മൾ പഠിക്കുന്നത് വാട്ടർ ഹീറ്ററുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ ഈ പറഞ്ഞ റെഫ്രിജറേറ്ററോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ സാധ്യത എന്ന് പറയുന്നത് അപ്പോൾ ഒരു ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത്, അപ്പൊ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിലും നമ്മളൊന്ന് ആലോചിക്കാം. ഒരു ചോദ്യം ഒരാൾ ഇടുമ്പോൾ അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ? നമ്മളായിട്ട് ഒരു ചോദ്യം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചോദ്യം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട് എന്താണോ അതനുസരിച്ചായിരിക്കുമല്ലോ നമ്മൾ ചോദ്യം പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. നമ്മളുടെ സിലബസ് പ്രകാരം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഏതാണോ അതിനെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ചോദ്യം പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ചോദ്യത്തിൽ ഇത്തരത്തിലൊരു ചോദ്യം വരികയാണ്, ഏറ്റവും കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യുന്ന ഒരു അപ്ലയൻസ് ഏതാണ് എന്നുള്ള ചോദ്യം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു സാധനം അതിനകത്ത് ഉണ്ടാവും, അല്ലെ? അപ്പൊ അതിലേക്ക് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ഞാൻ പറഞ്ഞത് നിങ്ങൾ ക്ലിയർ ആയല്ലോ, ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത്. സോ അത് എല്ലായിടത്തും എപ്പോഴും വർക്ക്ഔട്ട് ആവണമെന്നില്ല. ദർ ഇസ് എ ചാൻസ്. അപ്പോൾ ആ ഒരു മൊഡ്യൂൾ, ഏത് മൊഡ്യൂൾ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബാക്കി ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ആദ്യത്തെ 10 ചോദ്യം 3ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ 3ാമത്തെ മൊഡ്യൂൾ ഫുള്ള് വരും, അല്ലെ? നമ്മളുടെ 3ാമത്തെ മൊഡ്യൂൾ കംപ്ലീറ്റ് നമ്മളുടെ നോട്ട്സ് നമ്മളുടെ മനസ്സിലേക്ക് വരണം. ആ നോട്ട്സിൽ നിന്ന് തന്നെയായിരിക്കും നമ്മളുടെ 10 മാർക്ക് കിട്ടുന്നുണ്ടാവുക. യെസ്, അത് കഴിഞ്ഞാൽ മറ്റേത് വിട്ടേക്ക്, ഇനി അത് നോക്കുക വേണ്ട, അടുത്ത മോഡ്യൂളിലേക്ക് പോവുക, അടുത്ത ടോപ്പിക്കിലേക്ക് പോവുക. സോ ഇത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതാണ് നമ്മൾ ഇനി ചെയ്യേണ്ടതായിട്ടുള്ളത്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്ത് പഠിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ അധികം ദിവസം ഇല്ല എന്നുള്ളത് അറിയാലോ. നമ്മൾ ഓരോ മൊഡ്യൂൾ വൈസ് നമ്മൾ ഓരോ സെഷനിലും ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോ മൊഡ്യൂൾ വെച്ച് ആ മൊഡ്യൂൾ മാത്രം പഠിച്ചു വന്നിരുന്ന് നമ്മളെല്ലാം പഠിച്ചു, അല്ലെങ്കിൽ നമ്മളെല്ലാം റിവൈസ് ചെയ്തു, നന്നായിട്ട് റിവൈസ് ചെയ്തു, എല്ലാം ഓക്കെയാണ്, ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തു, ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇനി നമ്മൾ ഈ പറയുന്ന 1 മണിക്കൂർ കൊണ്ട് ഈ പറയുന്ന എല്ലാ മൊഡ്യൂളുകളൂടെയും കടന്നുപോയി നമ്മൾ ആ ഉത്തരത്തിലേക്ക് എത്തുന്നു. നമ്മളപ്പോ നമ്മളെ മൈൻഡ് മൊത്തത്തിൽ റീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെ? മൊത്തത്തിൽ നമ്മളുടെ ക്വസ്റ്റ്യൻസും മറ്റെല്ലാം റീഡ് ചെയ്ത് വേണം നമ്മൾ ഉത്തരത്തിലേക്ക് എത്താൻ. ഒരു പരീക്ഷ എഴുതുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അത് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. രാവിലെ 7 മണിക്ക് നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത് എങ്ങനെയാണോ, അല്ലെങ്കിൽ എക്സാം എഴുതുന്ന അതേ സമയത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഏതെങ്കിലും ഒരു സെറ്റ്, നമുക്കറിയാലോ, നമ്മൾ ഓൾറെഡി നമ്മുടെ ആപ്ലിക്കേഷനകത്ത് മോഡൽ ടെസ്റ്റുകൾ ഇട്ടിട്ടുണ്ടാവും.
ഏതെങ്കിലും റാൻഡമായിട്ടൊരു മോഡൽ ടെസ്റ്റ് എടുക്കുക. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു OMR ഷീറ്റ് പ്രിന്റ് ഔട്ട് എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. ഓക്കെ, അതിൽ 7 മണി മുതൽ 9:30 വരെ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ 8 മണി മുതൽ 9:30 വരെയുള്ള ആ ഒരു ടൈം ഒരു എക്സാം ആയിട്ട് തന്നെ എഴുതി പഠിക്കുക, എഴുതി പ്രാക്ടീസ് ചെയ്യുക. സോ ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ മൈൻഡ് റീഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ സമയത്ത് എന്താണ് നമ്മുടെ ബുദ്ധിമുട്ട്. അപ്പൊ ആ രീതിയിൽ 1-2 തവണ കഴിയുമെങ്കിൽ 1-2 തവണ ആ ഒരു ടൈമിൽ വെച്ചിട്ട് പരീക്ഷ എഴുതി നോക്കുക. നമുക്കറിയാവുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയായിരിക്കും, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം, അല്ലെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത് ആ ഒരു ടൈമിൽ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നന്നായി. കാര്യം പ്രാക്ടീസ് ആണ് നമുക്ക് വേണ്ടുന്നത്. കൃത്യമായിട്ട് ബബിൾ അപ്പൊ തുടക്കത്തിൽ ഞാനിത് പറയുന്നത് തുടക്കത്തിൽ ആദ്യമായിട്ട് ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന ഒരാൾക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിലാണ് ഈ പറയുന്നത്. ഒരുപക്ഷെ ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ നന്നായിട്ട് പരീക്ഷ എഴുതി നിൽക്കുന്ന ആൾക്കാരായിരിക്കും നമ്മളെല്ലാവരും ഒരുപക്ഷെ വന്നിട്ടുണ്ട്. കുറച്ച് നാളായിട്ട് നമ്മൾ പരീക്ഷ എഴുതുന്ന ആൾക്കാരുണ്ടാവും അതിനകത്ത്. ഓക്കെ, അപ്പൊ അത് അവരവരുടെ എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ. നമ്മൾ ഈ പറയുന്ന പരീക്ഷ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാം പഠിച്ചു എന്നുള്ളതിനകത്ത് കാട്ടിലുപരി നമ്മൾ അവിടെ ഈ പറയുന്ന 1 മണിക്കൂറിൽ എത്രത്തോളം നമ്മൾ എങ്ങനെ അത് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ്. നമുക്ക് എല്ലാം അറിയാം, പക്ഷെ പരീക്ഷ ഹോളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരീക്ഷ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക. പരീക്ഷ എഴുതി പഠിക്കുക. ഓക്കെ, അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ OMR ഷീറ്റ് ഉൾപ്പെടെ എടുക്കണം. ജസ്റ്റ് മൗസ് വെച്ച് ക്ലിക്ക് ചെയ്ത് പോകരുത്. OMR ഷീറ്റ് വെച്ചിട്ട് ബബിൾ ചെയ്ത് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. അപ്പോൾ ഈ പറഞ്ഞ ടൈമും നമ്മുടെ ടൈമറിലൂടെ ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഫൈൻ. ഇത്രയൊക്കെയാണ് വളരെ ബേസിക് ആയിട്ട് നമ്മളൊരു എക്സാമിന് നോക്കുന്ന സമയത്ത്. നമുക്കറിയാം ഇവിടെ നെഗറ്റീവ് മാർക്ക് ഉണ്ട്, അതൊക്കെ അറിയാവുന്നതാണ്, അതൊന്നും എടുത്ത് പറയുന്നില്ല. നെഗറ്റീവ് മാർക്ക് കഴിവതും ഒഴിവാക്കുക. നമുക്കറിയാവുന്ന മതി. പറഞ്ഞ രീതിയിൽ 0.33 എന്ന് പറയുന്ന ആ ഒരു മാർക്ക് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് റാങ്കിൽ, അല്ലെ. സോ അതുകൊണ്ട് കഴിവതും നെഗറ്റീവ് മാർക്ക് വെറുതെ ബബിൾ ചെയ്ത് 100 ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. നമ്മളെല്ലാവരും തന്നെ പ്രിപ്പയർ ചെയ്ത് പഠിച്ച് നമ്മൾ എഴുതാൻ പോകുന്ന ഒരു എക്സാം ആണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം അറിയാവുന്നത് മാത്രം ചെയ്യുക. പിന്നീട് വീണ്ടും തിരിച്ചു വരുന്ന സമയത്ത് ഉത്തരം ബോധ്യമായി, അല്ലെങ്കിൽ ഇത് ഉത്തരം കറക്റ്റ് ആണെന്ന് തോന്നുന്നത് മാത്രം ബബിൾ ചെയ്യുക. ശേഷം നമ്മൾ നോക്കുക എത്ര എണ്ണം ബബിൾ ചെയ്യാനുണ്ട്. അതൊന്ന് നോക്കി അത് വീണ്ടും 1-2 തവണ വായിച്ചു നോക്കുക. 1-2 തവണ വായിക്കാൻ പറയുന്നത് അതുകൊണ്ട് ഉത്തരം തെറ്റിക്കാനല്ല ഞാൻ പറയുന്നത്. വീണ്ടും ഈ കിട്ടാത്ത സാധനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഡൗട്ടുള്ള ഏരിയ, അല്ലെങ്കിൽ ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ്, അത് 1-2 തവണയും കൂടെ വായിക്കുക. ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുക, നമ്മൾ പഠിച്ചതിനകത്ത് അല്ലെങ്കിൽ ഓർമ്മ കിട്ടാത്തതാണോ, അല്ലെങ്കിൽ എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും, താഴെ ഓപ്ഷനുമായി ബന്ധപ്പെട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അതല്ല കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാക്കണ്ട, അത് അവിടെ നിർത്തിയൊരു കുഴപ്പമില്ല. അത് നമുക്ക് ആ ഒരു നെഗറ്റീവിലേക്ക് പോകുന്നതിനുപരി നമുക്കത് ആവശ്യമില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കി. ഓക്കെ, ഫൈൻ. അതത്രയാണ് മെയിനായിട്ട് നോക്കുന്നത്. നെഗറ്റീവ് ഒഴിവാക്കുക. 100 കുത്തുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നെഗറ്റീവ് ഒഴിവാക്കുക. അറിയാവുന്ന മാക്സിമം അത് റിവൈസ് ചെയ്ത് അത് ശരി ഉത്തരത്തിലേക്ക് എത്തുക. പിന്നെ OMR ഞാൻ നേരത്തെ പറഞ്ഞ് മാർക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ശ്രദ്ധിക്കുക. ശ്രദ്ധ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു നിമിഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് മിസ്റ്റേക്ക് വരും എന്നുള്ളത് ഓർത്തിരിക്കാം. ബബിൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നോക്കി വേണം ബബിൾ ചെയ്യാൻ. ഓക്കെ, ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാവുക എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാറിയിട്ട് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഗ്യാപ്പ് വരുന്ന സമയത്താണ് പിന്നീട് 3-ാമത്തെ ചോദ്യം വായിച്ചെഴുതുമ്പോഴാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത. ഓക്കെ, ആ ഗ്യാപ്പ് ഒക്കെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായിട്ട് OMRൽ മനസ്സിലാക്കി അത് ബബിൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഫൈൻ. അത്രയൊക്കെയാണ് അവിടെ നമ്മൾ ഒരു എക്സാം ഹോളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി പുതുതായിട്ടൊന്നും പഠിക്കാൻ നിൽക്കാൻ വേണ്ട. പുതുതായിട്ട് പഠിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. കാര്യം പുതുതായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവത്തേ ഉള്ളൂ. ഈ ടോപ്പിക്കുകളെല്ലാം തന്നെ നമ്മളെല്ലാം പഠിച്ചത് തന്നെയാണ്, അല്ലെങ്കിൽ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി പുതുതായിട്ടൊരു ടോപ്പിക്ക് നിലവിലില്ല എന്നുള്ളത് തന്നെ സത്യം. എങ്കിൽ തന്നെയും നമ്മളെ സംബന്ധിച്ചോളം ചിലപ്പോൾ എല്ലാം കവർ ചെയ്യാത്ത, ഒരു പക്ഷേ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തവരോ, ഓരോ ആൾക്കാർ ഓരോ സിറ്റുവേഷനിലാണ് കടന്നു പോകുന്നുണ്ടാവുക. അപ്പൊ ഓരോരുത്തരുടെയും ബുദ്ധിമുട്ട് പലതായിരിക്കും.
അപ്പോൾ നിലവിൽ നമ്മൾ പഠിച്ചത് എവിടം വരെയായോ അവിടെ വെച്ച് തന്നെ നമ്മൾ കൃത്യമായിട്ട് അത് വീണ്ടും റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം നമ്മൾ നോക്കേണ്ടത്. നമ്മൾ പഠിച്ചതിൽ നിന്നും ഒരു മാർക്കും പോകരുത്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. ഓക്കെ, ഇപ്പൊ ഇത്തരത്തിൽ ഇനി അങ്ങോട്ടുള്ള 4-5 ദിവസം ഉണ്ടെങ്കിൽ ആ പറഞ്ഞ രീതിയിൽ കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് തന്നെ പോകാൻ ശ്രമിക്കുക. അപ്പൊ അത് ഓരോ മോഡ്യൂൾ വൈസ്, എല്ലാ മോഡ്യൂളുകൾക്കും ഒരേ വെയിറ്റേജ് തന്നെ ആയതുകൊണ്ട് തന്നെ ഒരു മോഡ്യൂളുകളും എന്താണ് അധികം സമയം അങ്ങനെ എടുക്കേണ്ടതായിട്ടില്ല. പിന്നെ എടുക്കേണ്ടതായിട്ടുള്ളത് നമ്മൾ ഇത്തരത്തിൽ നമ്മൾക്ക് ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും മോഡ്യൂളുകൾ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള സമയം ഒന്നുകൂടി ക്ലാസ്സുകളിലൂടെ കടന്നു പോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്കഷനിലൂടെ കടന്നു പോവുകയോ നോട്ട് വായിക്കുകയോ അല്ലെങ്കിൽ നമ്മളുടെ പ്രിപ്പയർ ചെയ്ത നോട്ടുകൾ വായിക്കുകയോ പുസ്തകം വായിക്കുകയോ ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം സേഫ്റ്റി കോമൺ ടൂൾസുകളാണ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു 10 മാർക്കാണ് ഇവിടെ ഉള്ളത്. അപ്പം ഈ ടൂൾസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവിടെ പ്ലംബിംഗ് ടൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ്. പ്ലംബിംഗ് ടൂൾസ് ഇൻ ദ സെൻസ് സിവിൽ കൺസ്ട്രക്ഷൻ പർപ്പസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായി. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മോർട്ടാർ പാൻ എന്ന് പറയുന്ന സംഗതി ഉണ്ട്. മോർട്ടാർ പാൻ, ഇപ്പൊ മോർട്ടാർ പാൻ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊരു ചോദ്യം വന്നു. ഉത്തരം എന്തായിരിക്കും വരിക? മോർട്ടാർ പാൻ സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ടോപ്പ് റേഡിയസ്, റേഡിയസിന്റെ ടോപ്പ്. യെസ് യെസ്, അതെ. ഇത്തരത്തിൽ നമുക്കറിയാം, അതായത് നമ്മുടെ ഈ കൊണ്ടുവന്ന ചട്ടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ഇത്തരത്തിൽ നമ്മൾ സിമെന്റ് ഇങ്ങനെയുള്ള ഒരു പാനാണ്, ബേസിക്കലി ഇങ്ങനെയുള്ള പാനാണ് നമ്മൾ സിമെന്റ് ഒക്കെ എടുക്കുന്ന ഒരു പാൻ. ആ പാനിന്റെ മുകളിലത്തെ ഒരു ഡയമീറ്റർ ഉണ്ട് അല്ലെ, മുകളിൽ ഒരു ഡയമീറ്റർ ഉണ്ടാവും. അതിന്റെ റേഡിയസ് ആണ് മിക്കവാറും 6 നമ്മൾ കൺസിഡർ. ഫോർ എക്സാമ്പിൾ ആ റേഡിയസ് ഓഫ് ടോപ്പ് സർക്കിൾ ആണ് അതിനെ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇത്തരത്തിൽ ഓരോന്നിനെയും സ്പെസിഫൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഷവൽ ഉണ്ട് അല്ലെ, നമ്മൾ ഈ മിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഷവലില്ലേ, ഷവൽ സ്പെസിഫൈ ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ. ഷവൽ സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാ? ലെങ്തും വിഡ്ത്തും. ലെങ്ത് ഉണ്ട്, ലെങ്തും വിഡ്ത്തും ഉണ്ട്. വളരെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആണ്, പക്ഷെ നമുക്ക് അത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. നമ്മൾ ചിലപ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിച്ചു കാണത്തില്ല. നമ്മൾ പഠിച്ച സമയത്ത് നമ്മളെല്ലാം വായിച്ചു പോകും, എല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കത്തില്ല. അതാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ടേ. നമ്മളെല്ലാം വായിച്ചതാണ്, എല്ലാം വായിച്ചിട്ടുണ്ടാവും, എല്ലാം A to Z നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കത് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല ചില സമയം ചില ക്വസ്റ്റ്യൻസ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഈ പറയുന്ന ഓരോ പോയിന്റുകളായാലും ശ്രദ്ധിച്ചു നോക്കുക. അതായത് നോട്ട്സുകൾ വളരെ ശ്രദ്ധിച്ച് വായിക്കുക. ടെക്സ്റ്റ് ബുക്ക് വളരെ കോമൺ ആയിട്ട് വായിച്ചു പോകാം. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ്സുകൾ അല്ലെങ്കിൽ മാഷന്മാരൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടായിരിക്കും നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓരോ വളരെ കോമൺ ആയിട്ടുള്ള ടൂളുകളുണ്ട്. അപ്പൊ ടൂളുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനറൽ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അതൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ മെറ്റൽസ്, പൈപ്പ് ആൻഡ് പൈപ്പ് ഫിറ്റിംഗ്സ് ഒക്കെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള, മെറ്റൽസ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. അതിനകത്ത് ഈ പറയുന്ന എന്താണ് എപ്പോഴും മെൽറ്റിംഗ് പോയിന്റ്, മെറ്റൽസിന്റെ കോമ്പിനേഷൻ ഏതൊക്കെയാണ്, അപ്പൊ ബ്രാസ്, ബ്രോൺസ് ഒക്കെ അത് മിക്കപ്പോഴും ചോദിക്കാറുള്ളത്. അതൊന്നും വളരെ കോമൺ ആയിട്ടുള്ള ചോദ്യമാണ്. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും ബ്രാസിന്റെ കോപ്പർ സിങ്ക് എന്നുള്ള കാര്യം, കോപ്പർ ടിന്റെ ബ്രോൺസ്, ഗൺ മെറ്റൽ, അത് 3 ചേർന്ന് ഗൺ മെറ്റൽ. ഓക്കെ, അല്ലെങ്കിൽ അലൂമിനിയത്തിന്റെ അലോയ്സ്, അല്ലെങ്കിൽ കോപ്പർ നിക്കൽ അലോയ്സ്. അപ്പൊ ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇൻവാർ എന്ന് പറയുന്ന മെറ്റീരിയൽ, ഇൻവാർ എന്ന് പറയുന്നത് അത് ബേസിക്കലി അത് ഫെറസ് ആണോ നോൺ ഫെറസ് ആണോ? ഫെറസ് ആണ്. കാര്യം അതിനകത്ത് 63% എന്താണ് ഉള്ളത്? അവിടെ അയൺ ആണ്. 66 ആണ് തോന്നുന്നു അല്ലെ, അങ്ങനെയല്ലേ പഠിച്ചത്? അങ്ങനെയാണോ? എത്രയായിരുന്നു ഓർക്കുന്നുണ്ടോ? അത് പഠിച്ചിട്ടില്ല. ശരി ശരി ശരി, ഓക്കെ. അതിനകത്ത് 64-36 ആണ് തോന്നുന്നു ആ റേഞ്ച് വരിക. 36% നിക്കലും
പിന്നെ അതിനകത്ത് പിന്നെ എന്തായിട്ട് വരുന്നത് അയണുമാണ് വരുന്നത്. അയണാണ് ഏറ്റവും കൂടുതൽ അല്ലെ. അത് നിക്കലും അയണുമാണ് ഇൻവാർ എന്ന് പറയുന്ന മെറ്റീരിയൽ. അതായത് നമ്മളുടെ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ വളരെ കുറവായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതായത് ടെമ്പറേച്ചർ അനുസരിച്ച് എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഒക്കെ വളരെ കുറവായിരിക്കും. വളരെ കുറവെന്ന് പറഞ്ഞാൽ തീരെ കാണത്തില്ല. ഇത്തരത്തിലുള്ള നമ്മളുടെ ചെയിൻ ഉണ്ടല്ലോ, നമ്മൾ ചെയിൻ സർവേ ഇല്ലേ, ചെയിൻ സർവേ അളക്കാൻ ഉപയോഗിക്കുന്ന ചെയിൻ സർവേ, അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ചെയിൻ ഒക്കെ ഇത്തരത്തിലുള്ള ഇൻവാർ മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിക്കുക. കാര്യം ആ ടെമ്പറേച്ചർ അനുസരിച്ച് അതിന്റെ ലെങ്തും ഒന്നും കൂടുകയും കുറയുകയും ഒന്നും ചെയ്യരുത്, അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഇൻവാർ മെറ്റീരിയൽ, അപ്പോൾ ഫെറസ്, നോൺ ഫെറസ് മെറ്റീരിയൽസ്, അതിന്റെ അലോയ്സ്, ഇപ്പോൾ ലൈക്ക് സ്റ്റീൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് സ്റ്റീല് ടൈപ്സ് ഓഫ് സ്റ്റീല്, ഇപ്പം ഹൈ കാർബൺ സ്റ്റീല്, മീഡിയം കാർബൺ സ്റ്റീല്, ലോ കാർബൺ സ്റ്റീല്, അതിന്റെ കാർബൺ കണ്ടന്റിന്റെ പെർസെന്റേജ് എത്രയാണ്, ബേസിക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഫോർ എക്സാമ്പിൾ ടഫ്നെസ്, ഡക്ടിലിറ്റി, മാലിബിലിറ്റി, അങ്ങനെയുള്ള ബേസിക് പ്രോപ്പർട്ടീസ് അല്ലെ, അതിനകത്ത് നിന്നൊക്കെ ചോദ്യം വരും. അപ്പൊ അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ബേസിക്കലി പിന്നെ പൈപ്പ് ഫിറ്റിംഗ്സ്, ഏതൊക്കെ ടൈപ്പ് പൈപ്പ് ഉണ്ട്, അതിന്റെ കറസ്പോണ്ടിങ് ഫിറ്റിംഗ്സ്, അതിന്റെ മാനുഫാക്ചറിംഗ് മെത്തേഡ് എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പാണ് ഉള്ളത്, അതിന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഞാൻ എവിടെ യൂസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതിന്റെ ടെമ്പറേച്ചർ റേഞ്ച് എത്ര മെയിൻറ്റെയിൻ ചെയ്യുന്നു അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. ദെൻ വാട്ടർ ആൻഡ് വാട്ടർ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട്, സോഴ്സ് ഓഫ് വാട്ടർ, വാട്ടറുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഡേർഡ് കോഡ് ഉണ്ട് അല്ലെ. അപ്പോൾ അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട് വെള്ളത്തിന്റെ pH വാല്യൂ എത്രയാണ്, അല്ലെങ്കിൽ വാട്ടറുമായി ബന്ധപ്പെട്ട അതിന്റെ കെമിക്കൽ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഇംപ്യൂരിറ്റീസ്, വാട്ടർ ട്രീറ്റ്മെന്റ്, ടെസ്റ്റിംഗ് ഓഫ് വാട്ടർ അല്ലെ. ദെൻ ഡിസ്ട്രിബ്യൂഷൻ പൈപ്പിന്റെ ലേയിങ് എങ്ങനെയാണ്, പൈപ്പ് ലൈൻസ് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡൊമസ്റ്റിക് വാട്ടർ കണക്ഷൻ എങ്ങനെയാണ്, റിസർവോയർ എങ്ങനെയാണ്, പലതരത്തിലുള്ള റിസർവോയറുകളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളവിടെ ആ ഒരു മൊഡ്യൂളിലാണ് പഠിക്കുന്നത്. പലപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നീടും എന്താണ് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന രീതിയിലൊക്കെ ചിലതൊക്കെ വരുന്നുണ്ടാവും. ഓക്കെ, അതൊക്കെ കോമൺ ആയിട്ട് തന്നെ പഠിച്ചു പോവുക. പിന്നെ ഈ പറയുന്ന ഏതെങ്കിലും ടോപ്പിക്കുകൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നീട് എന്താണ് ക്വസ്റ്റ്യൻസ് മാക്സിമം വീണ്ടും നമ്മൾ ആ ഓരോ ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മൊത്തം കേട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ PDF നോക്കിക്കൊണ്ട് ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്യുക, ബാക്കി ഓപ്ഷൻസ് നോക്കുക, ഓപ്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോക്കുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഓഫ് കോഴ്സ് ആ ക്വസ്റ്റ്യനകത്ത് അതിന്റെ ഒരു ഉത്തരം ഉണ്ടാവും, പ്ലസ് അവർ കൊടുത്തിരിക്കുന്ന ബാക്കി ഓപ്ഷനുകളോട് നോക്കുക. ബാക്കി ഓപ്ഷൻ ഇപ്പൊ ചിലപ്പോൾ പൊട്ട ഓപ്ഷൻ ആയിരിക്കും എങ്കിൽ തന്നെയും അത് അവർ ആ ഓപ്ഷനുകളുടെ ഒന്ന് നോക്കി അത് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഓരോ ഓപ്ഷന്റെയും ഉത്തരം, ആ ഓരോ ഓപ്ഷൻ ഒരു ഉത്തരമായിട്ട് വരുന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ, ആ ഓരോ ഓപ്ഷനുകളും ഒരു ചോദ്യത്തിന്റെ ഉത്തരമാവുമല്ലോ, ആ ചോദ്യം ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാം നമുക്ക് വേണമെന്നില്ല, ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. യെസ്, പിന്നീട് പമ്പിങ്ങുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പമ്പിന്റെ ബേസിക് കാര്യങ്ങളാണ് നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തിരുന്നു തോന്നുന്നു. ഇത്തരത്തിൽ പമ്പുമായി ബന്ധപ്പെട്ട്, പമ്പിങ്ങുമായി ബന്ധപ്പെട്ട് ദെൻ അതിൽ യൂസ് പമ്പ്, ടൈപ്സ് ഓഫ് പമ്പ്, പ്രധാനമായിട്ടും സെൻട്രിഫ്യൂഗൽ, റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, അതിന്റെ ഡീറ്റെയിൽസ്, മറ്റ് സ്പെഷ്യൽ പമ്പുകളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതിന്റെ റിപ്പയറിങ്, ദെൻ സ്റ്റോറേജ് സിസ്റ്റം, വർക്കിംഗ് മെത്തേഡ്. ഓക്കെ, അതിപ്പോ ഗ്രാവിറ്റി അല്ലെങ്കിൽ പമ്പിങ് അതുമായി ബന്ധപ്പെട്ട് തന്നെ അതിന്റെ ഒരു ലേഔട്ട് എങ്ങനെയാണ്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എങ്ങനെയാണ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കുക. അതുമായി ബന്ധപ്പെട്ട് ഹെഡ് വാല്യൂ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, പിന്നെ 5ാമത്തെ മൊഡ്യൂൾ നമ്മൾ ഇന്നലെ കൊണ്ട് നമ്മൾ തീർത്ത മൊഡ്യൂളാണ്. അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളെല്ലാം ഏകദേശം അതിലൂടെ കടന്നു പോയ ആൾക്കാരാണ് എന്നുള്ള സംശയമില്ല. ദെൻ ഫാസ്റ്റനിങ്, ഇതാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കുറച്ചാൾ എനിക്ക് തോന്നുന്നു പറഞ്ഞത്. ലാസ്റ്റ് സെഷൻ മാഷന്മാർ എടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഫാസ്റ്റനിങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ച് ബുദ്ധിമുട്ട് പറഞ്ഞു. അത് ക്ലിയർ ആയില്ലേ? ഫാസ്റ്റനിങ് ഒക്കെ ഓക്കെ ആണല്ലോ ഇപ്പൊ അല്ലെ? അത് ആദ്യം സാർ ആദ്യത്തെ സിലബസിൽ അത് ഉണ്ടായിരുന്നില്ല, അപ്പൊ അറിയാത്ത ബുദ്ധിമുട്ടാണ്. വേറെ പ്രശ്നമൊന്നും അത് ഉണ്ടായിരുന്നില്ല. ശരി അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നും പറഞ്ഞില്ല. ഇല്ല, ക്ലാസ്സേ ഉണ്ടായിരുന്നില്ല, നമ്മൾ പ്രതീക്ഷിച്ചില്ല. അങ്ങനെയാണ്, പെട്ടെന്ന് വന്നതല്ലേ. അത് എവിടേക്ക് എന്തൊക്കെയാണെന്നൊന്നും അറിയാത്തുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായി. അത് പിന്നീട് സാറ് തന്നെയല്ലേ ക്ലാസ് എടുത്ത് ക്ലിയർ ആയിട്ട് കുറെ പിന്നെയൊക്കെ എക്സാമിന് അറിയാം. ശരി. ഓക്കെ, അപ്പൊ അത് നെറ്റ്, ബോൾട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ അത് ഫാസ്റ്റനേഴ്സുമായി ബന്ധപ്പെട്ട് ഫാസ്റ്റനിങ് മെത്തേഡ്, അത് പെർമനന്റ് ഫാസ്റ്റനിങ്, ടെമ്പററി ഫാസ്റ്റനിങ്, സെമി, അപ്പോ എന്താണ് നമ്മളുടെ വെൽഡിങ്, അതുപോലെ തന്നെ സോൾഡറിങ്, നെറ്റ്, ബോൾട്ട്,
അങ്ങനെയുള്ള ഐറ്റംസ് പ്രധാനമായിട്ടും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ജനറലൈസ് ചെയ്ത് മതി. അതിനകത്ത് നമ്മുടെ ടെക്സ്റ്റ് സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഓ, ഈ പ്ലംബേഴ്സ് ഹോൾഡറിന്റെ ഈ റേഷ്യോ എത്രയാന്ന് ഒന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. പ്ലംബേഴ്സ് ഹോൾഡർ അല്ലേ? ആ. അതിന്റെ ഞാൻ അതിന്റെ റേഷ്യോ അല്ലേ ഉദ്ദേശിച്ചത്? അതെ അതെ. ഓക്കെ 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 ഓക്കെ, ഞാൻ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല അതിനത്. ഓക്കെ, എനിക്ക് 2-3 സ്ഥലത്ത് നിന്ന് പല വാല്യൂ കിട്ടി, അപ്പൊ അതുകൊണ്ടൊന്ന് ചോദിച്ചത്. ആണോ? ഞാൻ അത് നോട്ട് ചെയ്തിട്ടുള്ളതാണ്. പ്ലംബേഴ്സ് സോൾഡറിന്റെ കാര്യം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ, ഇല്ലേ? ക്ലാസിന്റെ നോട്ടിൽ ഇട്ടിട്ടില്ലേ? അത് നമ്മളുടെ PPT ഇല്ലേ അതിനകത്ത്? സാറേ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല, അതാണ് ഒരു ഡൗട്ട് വന്നോണ്ട് ചോദിച്ചത്. ഓക്കെ 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 ഓക്കെ, ഞാനത് ഇട്ടിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും മെസ്സേജ് ഇട്ടേക്കാമേ. ആ വാല്യൂസ് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ സാർ, ഞാനത് ഇട്ടേക്കാം. ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, കൃത്യമായിട്ട് ഇപ്പോൾ ഓർക്കുന്നില്ല, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതൊന്ന് നോക്കിയാൽ മതി. പ്ലംബേഴ്സ് ഹോൾഡറിന്റെ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി, നമുക്കത് ക്ലിയർ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യൂസോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മളിപ്പോൾ ഒരുപക്ഷെ ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ കൺഫ്യൂഷൻ വരുന്നുണ്ടാവുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ അങ്ങോട്ട് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊന്ന് ഇട്ടിരുന്നാൽ മതി, നമുക്ക് നോക്കാം. ഓക്കെ ഫൈൻ. പിന്നീട് ഫാസ്റ്റനിങ്ങുമായി ബന്ധപ്പെട്ട അത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. സോൾഡറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോൾഡറിങ്, ദെൻ റിവെറ്റിംഗ്. ഓക്കെ, റിവെറ്റ് ഒക്കെ നോർത്തിരുന്നാൽ മതി. അതുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യം വന്നിട്ടുണ്ടല്ലോ. റിവെറ്റിംഗ്, യെസ്. റിവെറ്റിംഗ്, സോൾഡറിങ്, ബ്രേസിങ്, ദെൻ വെൽഡിങ്, ത്രെഡഡ് ഫാസ്റ്റനേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ്, ഈ 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്കൊരു 10 മാർക്കിന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, പിന്നീട് ഡ്രെയിനേജ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടാണ്. ഡ്രെയിനേജ് ഒക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അടുത്തത്തിൽ ഡ്രെയിനേജ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പൈപ്പിംഗ് സിസ്റ്റം, 1 പൈപ്പ് 2 പൈപ്പ് അങ്ങനെയുള്ള സിസ്റ്റം. പിന്നെ സ്റ്റോറേജ് ടാങ്ക്, OH ടാങ്ക്, സമ്പ്, അങ്ങനെയുള്ള സ്റ്റോറേജ് ടാങ്ക്. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മളുടെ സെപ്റ്റിക് ടാങ്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, വേസ്റ്റ് സ്റ്റോറേജ് ടാങ്ക്, ദെൻ വെന്റിലേറ്റിംഗ് സിസ്റ്റം, സീവർ സിസ്റ്റം, ഇൻസ്പെക്ഷൻ മെയിൻ്റനൻസ്, ഡ്രെയിനേജ് ലൈൻസുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന ഇൻസ്പെക്ഷൻ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് അതാണ് പറയുന്നത്. ഓക്കെ, അതൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ജോയിനിങ് ആൻഡ് ലേയിങ് ഓഫ് പൈപ്പ്, വീണ്ടും അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്, 10 മാർക്ക്. അവിടെ പ്രധാനമായിട്ടും പൈപ്പ് ജോയിന്റ്, ദെൻ പൈപ്പ് ജോയിനിങ് മെത്തേഡുകൾ. അപ്പൊ വീണ്ടും നമ്മൾ നേരത്തെ ഫാസ്റ്റനിങ് മെത്തേഡിനകത്ത് വന്ന കാര്യങ്ങളൊക്കെ വീണ്ടും ഇവിടെയും വരും. പൈപ്പ് ജോയിനിങ് മെത്തേഡിലും ഇത്തരത്തിൽ പൈപ്പ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെ, ഇത്തരത്തിൽ ജോയിനിങ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നു, മെത്തേഡ് ഓഫ് ട്രെഞ്ചിങ് ആൻഡ് ലേയിങ് ഓഫ് പൈപ്പ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുള്ളത്. മേസണറി, നമ്മുടെ ടൂൾസുമായി ബന്ധപ്പെട്ട് ഹാൻഡ് ടൂൾസ്, മേസൺസ് ഹാൻഡ് ടൂൾസ് ആണ്. ഇപ്പം നമ്മൾ തൊട്ട് മുന്നേ കണ്ട കേസ് അത് പ്ലംബേഴ്സ് ടൂളിലോ അല്ലെങ്കിൽ മേസൺ ടൂൾസിലോ അത് വരാം. അത് ഇത്തരത്തിൽ അത് രണ്ടിടത്ത് ചോദിച്ചാലും നമുക്ക് കാര്യം അത് ഇവിടെ രണ്ടിടത്തും വരുന്ന കാര്യങ്ങളാണ്. പ്ലംബിംഗ് സ്റ്റേഷനിലൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ള ടൂൾ, കോമൺ ടൂളുകളൊക്കെയാണ് വരുന്നുണ്ടാവുക. എസ്പെഷ്യലി മേസൺ ഹാൻഡ് ടൂൾസിനാണ് അത് വരുന്നതെങ്കിൽ തന്നെ കോമൺ ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. മെറ്റീരിയൽസ് പ്രിപ്പറേഷൻ, മേസണറിയുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ് ആൻഡ് പ്രിപ്പറേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലൈം ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിമെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബ്രിക്ക് ആയിക്കോട്ടെ, അങ്ങനെയുള്ള മെറ്റീരിയൽസ്, ബിൽഡിംഗ് മെറ്റീരിയൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ബ്രിക്കുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് സെഷനിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ കണ്ടിരുന്നു അല്ലെ, ഇത്തരത്തിൽ ബ്രിക്കുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യനുകളൊക്കെ വന്നത്. ദെൻ നമ്മളുടെ ബോണ്ട് അല്ലെ, നമ്മുടെ ബോണ്ടുമായി ബന്ധപ്പെട്ട് ടൈപ്സ് ഓഫ് ബോണ്ട്, അതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതാണ് ടൈപ്സ് ആൻഡ് മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ. ദെൻ ക്വാളിറ്റി മെഷേഴ്സ് ഇൻ കൺസ്ട്രക്ഷൻ, അതുമായി ബന്ധപ്പെട്ടാണ് സമ്പ് അല്ലെ, നമ്മുടെ ആ ഒരു എന്താണ് വർക്കബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു കോണിക്കൽ ആയിട്ടുള്ള ഒരു ജാറ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നു. സ്കഫോൾഡിങ് ചോദ്യം വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. ഓക്കെ, നമുക്ക് എല്ലാ ക്വാളിറ്റി മെഷേഴ്സും ഒന്നും നമുക്ക് പഠിക്കാൻ കഴിയില്ല. ബേസിക് ആയിട്ടുള്ള കുറച്ച് സിമെന്റിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ളത്, കോൺക്രീറ്റിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ളത്, നമ്മളുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ, നമ്മളുടെ ഒരു ലെവലിൽ ഒരു ഐ ടി എ സ്റ്റുഡന്റ് പഠിക്കുന്ന അല്ലെങ്കിൽ ആള് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള രീതി മതി.
അല്ലെ? ഇത്തരത്തിൽ ഡിപ്ലോമ ബിടെക് ലെവലിലേക്ക് പോകുമ്പോൾ കുറേ അധികം മെഷർമെന്റുകളും ക്വാളിറ്റി ചെക്കും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ടെങ്കിൽ തന്നെയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വാളിറ്റി മെഷർമെന്റ് അല്ലെങ്കിൽ മെഷേഴ്സ് ഏതൊക്കെയാണ് എന്നൊക്കെയുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതിനകത്തുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ. അപ്പൊ അവിടെ എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിമന്റ് ലൈം കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ലൈക്ക് ഗ്രേഡ് ഓഫ് സിമെന്റിന്റെ ഗ്രേഡ് വളരെ കോമൺ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഗ്രേഡ് പ്രധാനമായിട്ടും നമുക്ക് എത്ര ഗ്രേഡുകളുണ്ട്? സിമെന്റിന്റെ ഗ്രേഡ് എത്രയാണ്? 3 ഗ്രേഡാണ്. 33, 43 പിന്നെ 53. 33, 43, 53. ഇതിനകത്ത് നമ്മൾ നിലവിൽ ഇപ്പൊ ഉപയോഗിക്കാത്ത ഗ്രേഡ് ഏതാ? 43 ആണോ? നിലവിൽ ഇപ്പോൾ ഉപയോഗിക്കാത്ത ഇപ്പോൾ നിലവിൽ അല്ല 33 ആണ് നമ്മൾ ഉത്തരം. അല്ല നിലവിൽ ഇപ്പൊ അല്ലേ 30 അല്ലേ? അറിയില്ല. അതെ. മാക്സിമം M20 വരെ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിലവിൽ അത് ഒബ്സല്യൂട്ട് ആണ്. അതായത് നിലവിൽ ആ സ്റ്റാൻഡേർഡ് നോട്ട് ഇൻ യൂസ് ആണ്. അത് 33. 43 ഉണ്ട്. 43 ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ നോർമൽ RCC വർക്ക് നിങ്ങളോട് ചോദിക്കുകയാണ്. നോർമൽ RCC വർക്കിന് യൂസ് ചെയ്യുന്ന ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 43 ആണ്. ടെക്സ്റ്റ് പ്രകാരം അത് 33 അല്ലേ? അങ്ങനെയാണോ? നോർമൽ കോൺക്രീറ്റ് വർക്കുകൾക്ക് ബിൽഡിങ്സിന്. പക്ഷെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത് നേരെ തിരിച്ചാ. അയ്യോ, അതാണ് ചോദിക്കാൻ കാര്യം. നെക്സ്റ്റ് നിമി ആസ് പെർ നിമി അത് 33. എനിക്കും ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ 43 ഇവിടെയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ അങ്ങനെ പഠിച്ചത്. അതാ ഞാൻ അത്രയും സാറോട് പറയുന്നത്. എനിക്ക് അങ്ങനെ എഴുതി തെറ്റിയതാ എന്ന് വെച്ചാൽ ആൻസർ കീ നോക്കി. അതുകൊണ്ട് എനിക്ക് ഇത്ര ഓർമ്മ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട. ലാസ്റ്റിലും പോലും 33 ആണ് പറഞ്ഞിരിക്കുന്നത്. അതെ. അതാ ഞാൻ എടുത്ത് പറയാൻ കാര്യം. ഇപ്പൊ അത് തന്നെ ചോദിക്കാൻ കാര്യം. പക്ഷെ പ്രീവിയസ് ഇയർ വേറെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നോക്കുമ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ആസ് പെർ ദ നിമി അത് 33 ആണ് എന്നുള്ളതും നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. ഞാനത് പറയാൻ വേണ്ടി വന്നേ. തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതെ തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് സാറേ ചലഞ്ച് ചെയ്യാൻ പോലും ആ ടെക്സ്റ്റ് ബുക്കിൽ പറ്റുമോ? ഇല്ല. അതാണ് ഇഷ്യൂ. അപ്പം കഴിവതും എന്താണ് അതിനകത്തുള്ളത് പോലെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ IS കോഡൊക്കെ തെറ്റാ. 81, 12 ഒക്കെയാണ്. 12 അതെ. എന്ത് ചെയ്യും എനിക്കറിയില്ല. അവിടെ ഒരു ബുദ്ധിമുട്ട്. ടെക്സ്റ്റിൽ 1 പറഞ്ഞ് കിടക്കണേ, 2 പറഞ്ഞ് കിടക്കണം. സോറി, ക്ലിയർ ആയില്ല, ഒന്നുകൂടെ പറഞ്ഞേ. കട്ടിംഗ് വീലില്ല മറ്റേ പൈപ്പ് കട്ടറിന്റെ, അത് നിമിയില് 2 പറഞ്ഞ് കിടക്കണത്. അതെ. ഒന്നല്ലേ? അത് സപ്പോർട്ടിംഗ് വീല് 2 ഒരു കട്ടറേ ഉള്ളൂ. കട്ടിംഗ് വീല് 2 അത് പൈപ്പ് കട്ടറുമായി ബന്ധപ്പെട്ട് നിമിയിൽ കൊടുത്തിരിക്കുന്നത് 2 കട്ടറും 1 സപ്പോർട്ടറും എന്നുള്ള രീതിയിലാണ്. പക്ഷെ തിരിച്ചാണ് അല്ലെ? ഓക്കെ, അതാണ് അതാണ് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ അതിനകത്തൊന്നും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഹെൽപ്ലെസ് ആണ്. ഇത്തരത്തിൽ എക്സാമിന് അവര് ഫൈനൽ കീ വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാര്യം ശരിയാണെങ്കിൽ തന്നെയും കുറച്ച് ഇത്തരത്തിലുള്ള ചലഞ്ചസ് വന്നുകൊണ്ട് അത് ഡിലീറ്റ് ആയി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്കത് കൊടുത്തൂടെ? നമ്മുടെ ഈ ലാസ്റ്റ് നിമിയുടെ ടെക്സ്റ്റ് വെച്ചിട്ട് അത് ആൻസർ കീ കംപ്ലൈന്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പൊ സ്വാഭാവികമായിട്ട് മൈനസ് ആവാതിരുന്ന അതെ ഡിലീഷൻ ആവത്തുള്ളൂ. അങ്ങനെയൊക്കെ പോകുന്നത് ഡിലീഷൻ ആവും. സാർ ഇത് കുറെ മൈനസ് അല്ല, മറ്റേ ജൂൺ ഇൻസ്പെക്ടർ 9 ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. അതെ. ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതെ. അപ്പൊ നമ്മൾ കോൺക്രീറ്റിന്റെ കേസ് നമ്മൾ പറഞ്ഞതുപോലെ അതാണ് കോൺ കേസ് പറഞ്ഞില്ലേ. യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ആ ഒരു ടെസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ, കോൺക്രീറ്റിന്റെ ആ ഒരു വർക്കബിലിറ്റി അല്ലെങ്കിൽ വർക്കബിലിറ്റി പറഞ്ഞ ടെസ്റ്റിന്റെ പേരെന്തായിരുന്നു പറഞ്ഞിരുന്നത്? അതായിരുന്നു പറഞ്ഞത്. വർക്കബിലിറ്റിക്ക് 2 ഉണ്ട്. വർക്കബിലിറ്റിയും വരുമ്പോ ഫ്ലംബ് കോണും അതില് ഒന്നില് വർക്കബിലിറ്റിയും ഒന്നില് ഒരു വാക്കൂടെ ഉണ്ട് അതിന്റെ കൂടെ.
എന്തായിരുന്നു? കൺസിസ്റ്റൻസി ആണോ? കൺസിസ്റ്റൻസി, യെസ്. അത് രണ്ടും കൂടെ വരുമ്പോ സ്ലംപ് കോണ്. യെസ് 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 യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സൗണ്ട്നെസ്, ഇപ്പം സിമെന്റിന്റെ സൗണ്ട്നെസ്, ഒരു നല്ല സിമെന്റ് നമ്മളിപ്പോ നമ്മൾ കൈയിട്ട്, അതായത് സിമെന്റിന്റെ പാക്കറ്റിലേക്ക് നമ്മൾ കൈയിട്ടാൽ നമുക്ക് ചൂടാണോ തണുപ്പാണോ? കൂളാണ്. യെസ് 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 യെസ്. അപ്പൊ ഈ സൗണ്ട്നെസ് ചെക്ക് ചെയ്യുന്നത് ഏതായിരിക്കും ഒരു സിമെന്റിനെ സംബന്ധിച്ചോളം ചെക്ക് ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് ഉണ്ട്? അതായത് ക്വാളിറ്റി, അതായത് സിമെന്റ്, അതായത് ഈ പറഞ്ഞ സൗണ്ട്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സൗണ്ട്നെസ് ടെസ്റ്റ് പൊതുവെ എന്താണ്, നമ്മളുടെ സിമെന്റിനകത്ത് ലൈം ഉണ്ടല്ലോ, അൺകമ്പൈൻഡ് ആയിട്ട് കിടക്കും. കമ്പൈൻ ചെയ്യാതെ ഇങ്ങനെ കിടക്കുമ്പോഴാണ് നമ്മൾ സൗണ്ട്നെസ് ചെക്ക് ചെയ്യുന്നത്. അറിയില്ല സാറേ. അത് ലേ ഷാറ്റ്ലിയർ കേട്ടിട്ടുണ്ടോ? ലേ ഷാറ്റ്ലിയർ അപ്പാരറ്റസ്. അത് ജസ്റ്റ് ഞാൻ പറഞ്ഞത് ഒരു ഓപ്ഷനിൽ വന്ന് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓപ്ഷനിൽ ലേ ഷാറ്റ്ലിയർ അപ്പാരറ്റസ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് സിമെന്റുമായി ബന്ധപ്പെട്ടാണെന്ന് ഓർത്തിരുന്നാൽ മതി. ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ലേ ഷാറ്റ്ലിയർ അപ്പാരറ്റസ് എന്ന് പറയുന്നത് സിമെന്റുമായി ബന്ധപ്പെട്ട് സിമെന്റിന്റെ സൗണ്ട്നെസ് കണ്ടുപിടിക്കാൻ, അത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. സിമെന്റിന്റെ സൗണ്ട്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലേ ഷാറ്റ്ലിയർ അപ്പാരറ്റസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോ കൺസിസ്റ്റൻസി ടെസ്റ്റ് നമ്മൾ വിക്കാറ്റ് അല്ലേ, നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഏതാണ് വിക്കാറ്റ് അപ്പാരറ്റസ് അങ്ങനല്ലേ പറഞ്ഞത്? വിക്കാറ്റ്. കൺസിസ്റ്റൻസി അത് തന്നെയാണ് ഓർത്തിരിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഫൈൻ. സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ? സാറേ, കട്ട് ഓഫ് ഒക്കെ ഏകദേശം എത്ര വരുമായിരിക്കും? കട്ട് ഓഫിലേക്ക് അത് എക്സാം, നമ്മള് എക്സാമിന്റെ നിലവാരോടെ നോക്കണം. എക്സാമിന്റെ നിലവാരം. അപ്പോ എക്സാം എങ്ങനെയാണ്, എത്ര പേര് എഴുതി, അത് പറയാനത് ബുദ്ധിമുട്ടാവുമല്ലോ. അത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അത് നമ്മുടെ ക്വസ്റ്റ്യന്റെ ടഫ്നെസ്, വളരെ ടഫായിട്ടുള്ള ഒരു എക്സാം ഒക്കെ ആണെങ്കിൽ കട്ട് ഓഫ് അതനുസരിച്ച്, അത് നമ്മളുടെ തന്നെ ഇപ്പം പോളൊക്കെ നടത്തി ഏകദേശം ഒരു രീതിയിലൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴേ നമുക്ക് അത് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ഇപ്പോഴേ കയറിയ ഒരു എക്സാമിന്റെ കട്ട് ഓഫ് പോലും ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു നമുക്ക് നോക്കിയാൽ മാത്രമേ കൃത്യമായിട്ട് പറയാൻ ഏകദേശം. അതായത് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പഠിച്ചവർ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടല്ലോ, നമ്മളുടെ ഗ്രൂപ്പിൽ എല്ലാവരും ഒരേപോലെ പ്രിപ്പയർ ചെയ്തവരല്ലേ. അപ്പോ ഏകദേശം നമ്മൾ ഒരു 50 പേരുണ്ടെങ്കിൽ ഒരു 35-40 പേർക്ക് ഏകദേശം എത്ര മാർക്ക് റേഞ്ച് വരുന്നു എന്നുള്ളത് നമുക്കറിയാലോ, ടോപ്പ്. അപ്പൊ അതിന്റെ ഒരു 3 to 4 ടൈംസ് പുറത്തേക്ക് എടുത്താൽ മതി. അങ്ങനെ ആ ഒരു രീതിയായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക സാധാരണഗതിയിൽ. അപ്പൊ അത് എക്സാം കഴിഞ്ഞിട്ട് നമ്മളുടെ ഇന്റേണൽ ആയിട്ട് തന്നെ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. നിങ്ങൾ ഒരു പോളിട്ട് അങ്ങനെ ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഏകദേശം ഒരു ഈ പറഞ്ഞ പോളൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത് ചിലപ്പം കൂടുതൽ മാർക്കും കുറച്ച് മാർക്ക് ഇടുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. എനിവേ, അത് ജെന്യുവൻ ആയിട്ടുള്ള ഒരു പോൾ എടുത്തിട്ട് നമുക്ക് തന്നെ ഒരു കാൽക്കുലേഷൻ, നമ്മുടെ ഒരു 50 പേര് വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഒരു റേഞ്ച് അറിയാൻ പറ്റും. ഒരു മാക്സിമം ടോപ്പ് മാർക്ക് റേഞ്ച്, ഏറ്റവും ഒരു ആവറേജ് റേഞ്ച് അറിയാൻ പറ്റും. അപ്പൊ ആ ആവറേജിനെക്കാട്ടി താഴെ ആയിരിക്കും കട്ട് ഓഫ് വരുന്നുണ്ടോ. കാര്യം നമുക്ക് കൂടുതൽ വേക്കൻസി ഉണ്ടായതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കമ്പാരിറ്റീവ്ലി നമ്മളുടെ 3 ടൈംസ് വരുന്നത് കൊണ്ട് തന്നെ വ്യത്യാസം ഉണ്ടാവും. കട്ട് ഓഫ് കയറുന്നതല്ല നമുക്ക് വേണ്ടത്, നമുക്ക് ജോലിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിന് ഉയർന്ന മാർക്ക് തന്നെ വേണം, അതിലേക്ക് നോക്കുക കേട്ടോ. കട്ട് ഓഫ് മാർക്ക് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ലിസ്റ്റിന്റെ അവസാനം വാലിറ്റത്ത് ഇങ്ങനെ കിടന്നിട്ട് കാര്യമില്ല. അതിപ്പോ ഏതൊരു റാങ്ക് ലിസ്റ്റിലായാലും കാര്യമില്ല. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച് കാറ്റഗറി വൈസ് ഒക്കെ ഉണ്ടാവും എങ്കിൽ തന്നെയും ആയാൽ കൂടിയും നമ്മൾ ഉയർന്ന റാങ്കിലേക്ക് എത്താൻ ശ്രമിക്കുക. മാക്സിമം ശ്രമിച്ചോളൂ. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് വേണ്ടുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് എക്സാം എഴുതുമ്പോഴൊന്നും കട്ട് ഓഫ് ഒന്നും ചിന്തിക്കേ വേണ്ട. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ മാക്സിമം പുറത്തെടുക്കുക. അത് ഈ പറഞ്ഞ രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പഠിച്ച് കോൺഫിഡൻസ് കൂടിപ്പോകരുത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓവർ കോൺഫിഡൻസ് വെച്ചിട്ട് നമ്മളത് കളയരുത്. അപ്പൊ അത് മനസ്സിൽ നിർത്തി അത് കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുക കേട്ടോ. അത്രേ ഉള്ളൂ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അങ്ങനെ കുറച്ചധികം മാർക്കുകൾ പോകുന്ന രീതിയിൽ കാണാറുണ്ട് പലപ്പോഴും. നമ്മുടെ കൂട്ടത്തിലുള്ളവരായാലും ഇതിന് മുന്നേ നടന്ന എക്സാമിന്റെ കേസിലൊക്കെ ആയാലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇവിടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികളൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ പരീക്ഷാ ഹാളിലേക്ക് വരുമ്പോൾ കുറച്ച് താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതൊക്കെ അന്വേഷിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഇദ്ദേഹത്തിൽ നെഗറ്റീവാണ് അവിടെ ഒരു വില്ലനായിട്ട് വരുന്നുണ്ടാവുക. ആ സമയത്ത് നമുക്ക് അങ്ങനെ തോന്നും, പക്ഷെ അങ്ങനെ ചെയ്യരുത്, 2-3 തവണ ചിന്തിച്ച് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോ പിന്നീട് ലാസ്റ്റ് മെഷീനറി ഏകദേശം ഒരു ഐഡിയ അത് നമുക്ക് വേണം. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗും ഹീറ്റിംഗ് സിസ്റ്റവും വളരെ ലൈക്ക് എന്താണ് സിമ്പിൾ ആയിട്ടാണ് പൊതുവെ പ്ലംബർ, ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ ആയിക്കോട്ടെ, ട്രേഡ്സ്മാൻ പ്ലംബർ ആയിക്കോട്ടെ ഒക്കെ നമ്മൾ നോക്കുമ്പോഴും കുറച്ച് സിമ്പിൾ ചോദ്യങ്ങളാണ് പൊതുവെ അതിനകത്ത് നിന്ന് വരുന്നുണ്ടാവുക. പിന്നീട് ഹീറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വരുമ്പോഴാണ് ടെമ്പറേച്ചർ, ഹീറ്റ്, അതുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള റിലേഷൻ അല്ലെങ്കിൽ ഫാരൻ ഹീറ്റ് നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ആ ഒരു റിലേഷൻ ഉണ്ട്. അതായത് C/100 ഈസ് ഈക്വൽ ടു F-32/180 ഈസ് ഈക്വൽ ടു ലൈക്ക് ഇൻ ബിറ്റ്വീൻ കെൽവിൻ വെച്ചിട്ട് റൂമർ സ്കെയിൽ R/80 എന്നുള്ള രീതിയിലുള്ള റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് മസ്റ്റ് ഒരു ചോദ്യം ഉണ്ടാവും, ടെമ്പറേച്ചർ ഹീറ്റ് അല്ലെ. ടെമ്പറേച്ചർ ഹീറ്റുമായി ബന്ധപ്പെട്ട് വളരെ മസ്റ്റ് ആയിട്ടൊരു ചോദ്യം അവിടെ വരുന്നുണ്ടാവും. അത് ഒരുപക്ഷെ റിലേഷൻ ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും യൂണിറ്റ് ആവാം. അപ്പോൾ SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ, ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്താണ്? ജൂളോ? ടെമ്പറേച്ചറിന്റെ കെൽവിൻ. ജൂൾ എന്ന് പറയുന്നത് എനർജിയാണ്. എനർജിയുടെ SI യൂണിറ്റ് ആണ് ജൂള്. അതാണ് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വന്ന് ജൂള് തന്നെ ഓപ്ഷനെ കാണും. നമ്മൾ ധൈര്യമായിട്ട് ജൂളെ കുത്തും. ജൂൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജൂൾ ആയിരിക്കും ഉണ്ടാവുക. ജൂള് തന്നെ നമ്മൾ കുത്തും. അവിടെ അങ്ങനെ ചിന്തിക്കരുത്. അപ്പോൾ ഈ പറഞ്ഞതിൽ ഹീറ്റ് എന്ന് പറഞ്ഞ ഒരു എനർജിയാ, ഹീറ്റാണ്. ഹീറ്റിന്റെ യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത്. ഹീറ്റിന്റെ യൂണിറ്റ് ആണ് ജൂൾ. ടെമ്പറേച്ചർ ആണ് ഡിഗ്രി ഓഫ് കോൾഡ്നെസ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്. ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് ആണ് കെൽവിൻ എന്ന് പറയുന്നത്. കെൽവിൻ. ഓക്കെ, അപ്പൊ അത് ഞാൻ പറഞ്ഞില്ല. അതാണ് ഞാനിപ്പോ പറഞ്ഞത്. ഹീറ്റും ടെമ്പറേച്ചറും മസ്റ്റ് ആയിട്ടൊരു ചോദ്യം. നമുക്ക് ഇതുപോലെ ബുദ്ധിമുട്ട് വരും, ചില ആൾക്കാർ ഇതുപോലെ മിസ്റ്റേക്ക് സംഭവിക്കും. അത് ഒഴിവാക്കുക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. അപ്പൊ ഒന്ന് മനസ്സിലാക്കി 1-2 തവണ ചിന്തിച്ച് ബാക്കി ഓപ്ഷൻസ് ഒക്കെ നോക്കി വേണം നമ്മൾ ഉത്തരത്തിലേക്ക് വരാം. അപ്പം ഈ പറഞ്ഞ ജൂള് ഹീറ്റിന്റെ SI യൂണിറ്റ് ആണ്. അപ്പൊ CGS സിസ്റ്റത്തിലാണെങ്കിലോ അത് കലോറി ആയിരിക്കും. CGS-ലാകുമ്പോൾ അത് കലോറിയാണ്. SI ആകുമ്പോൾ അത് ജൂളാണ്. അപ്പൊ അതിന്റെയൊക്കെ ഡീറ്റെയിൽ, അതിന്റെ ഒരു എന്താണ് ഒരു ടേബിൾ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ, ശ്രദ്ധിച്ചിരുന്നില്ലേ? ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഓക്കെ ഫൈൻ. പിന്നീട് നമുക്ക് അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ലൈക്ക് ഹീറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ആക്റ്റീവ് സിസ്റ്റം ഉണ്ട്, പാസീവ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു ഹീറ്ററിനകത്ത് അല്ലെങ്കിൽ ഒരു വാട്ടർ ഹീറ്ററിൽ മാക്സിമം എത്ര ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കുന്നേ നമ്മള്? 80 ഡിഗ്രി അല്ലേ? 80 ഡിഗ്രി. സോളാർ ഉദ്ദേശിച്ചത് ഞാൻ, സോളാറാണ് ഉദ്ദേശിച്ചത്. അതെ, സോളാർ വാട്ടർ ഹീറ്ററിനകത്ത് നമ്മൾ മാക്സിമം നമുക്ക് ഹീറ്റ് ചെയ്യാൻ പറ്റുന്ന 80 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ. യെസ്. ഓക്കെ, അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ ഫൈൻ, അതാണ് ഉദ്ദേശിച്ചത്. അത് ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്, അതൊന്ന് ഓർത്തിരുന്നാൽ മതി. അതാണ് നമ്മുടെ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ നേരത്തെ ആ കേസ് പറഞ്ഞത്. ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട് ടൈപ്സ് ഓഫ് ഹീറ്റിംഗ് സിസ്റ്റം, ഇതുപോലെ ആക്റ്റീവ്, പാസീവ്, അങ്ങനെ കേസുമായി ബന്ധപ്പെട്ട് ഈ എന്താണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഇല്ലേ? അതിനകത്ത് HFT അല്ലേ, HTF അല്ലേ? HTF എന്ന് പറഞ്ഞാൽ എന്താ? HTFന്റെ ഫുൾ ഫോം എന്താ? ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ്. യെസ്, ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ്. അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ് ഏതാ? എത്തിലീൻ ഗ്ലൈക്കോൾ. യെസ്, എത്തിലീൻ ഗ്ലൈക്കോൾ. എത്തിലാണോ? എത്തിലീൻ ഗ്ലൈക്കോൾ ആണ്. യെസ്. അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതാണ്. ഞാൻ എന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നതെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത്തരത്തിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്നത് ഓപ്പണിലാണോ ക്ലോസ്ഡ് ആണോ?
ക്ലോസ്ഡ്. എല്ലാവർക്കും ഓക്കെ ആണല്ലോ അല്ലെ? ഇതൊക്കെ വിട്ടുപോകുന്നില്ലല്ലോ. ഇതൊക്കെ നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ? അപ്പോൾ ഇത് ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ക്ലോസ്ഡ് സിസ്റ്റം, ഓപ്പൺ സിസ്റ്റം, അതിന്റെ പ്രത്യേകത എന്താണ്? ഓക്കെ, ഫ്ലാറ്റ് പാനൽ യൂസ് ചെയ്യുന്ന ഏതാണ്? ട്യൂബുലർ ഏത് യൂസ് ചെയ്യുന്നു? നമ്മൾ ഗ്ലാസ് ട്യൂബ് യൂസ് ചെയ്യുന്ന ഏത് ടൈപ്പ് ഗ്ലാസ് ആണ്? ഗ്ലാസ് അല്ലേ? അതെ, ഈ പറഞ്ഞ നമ്മള് ഗ്ലാസിന്റെ ഒരു എന്താണ് ട്യൂബ് ഇല്ലേ? ഇവാക്യുവേറ്റഡ് അതന്നെ ETC അല്ലെ? ഇവാക്യുവേറ്റഡ് ട്യൂബ് കളക്ടർ. യെസ്. അപ്പോൾ ETCയിലൊക്കെ നമ്മൾ ഈ ട്യൂബ് യൂസ് ചെയ്യുന്നില്ലേ? ഒരു ഗ്ലാസ് മെയ്ഡ് ഇതാണ്. അപ്പൊ അത് ഏതാണ് മെറ്റീരിയൽ? ഏത് ടൈപ്പ് ഗ്ലാസ്സാ? എടുത്തു പറയുന്നില്ലേ? ബോറോ സിലിക്കേറ്റ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അതിനകത്ത്? വായിച്ചിട്ടില്ലേ അത്? ഇല്ലേ? യെസ്. ബോറോ സിലിക്കേറ്റ് ഗ്ലാസ് ആണ് കേട്ടോ അവിടെ യൂസ് ചെയ്യുന്ന ഗ്ലാസ്. അങ്ങനെ പറഞ്ഞില്ലേ? പണ്ട് ജനറൽ PSC പഠിച്ചിട്ടുണ്ട്. അതെ. പക്ഷെ ഇത് തന്നെയാണ് ഉത്തരം. നമ്മളെ അത് തന്നെയാണ്, ബോറോ സിലിക്കേറ്റ് ഗ്ലാസ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. യെസ്. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ ഇവാക്യുവേറ്റഡ് ട്യൂബ് കളക്ടറിന്റെ കേസിൽ എന്താ അവിടെ ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? അതെ, പറഞ്ഞ രണ്ട് ഗ്ലാസ് ആണ്. ഇന്നർ ഗ്ലാസും ഉണ്ട്, ഔട്ടർ ഗ്ലാസും ഉണ്ട്. പുറത്തൂടെ ഗ്ലാസ് പോകുന്നുണ്ട്, അകത്തൂടെ ഗ്ലാസ് പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ ഇവാക്യുവേറ്റഡ് ട്യൂബ് കളക്ടർ അല്ലേ? അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഈ ഇങ്ങനെ ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ നമ്മൾ ചൂട് സമയത്ത് പോയിട്ട് ഈ ഗ്ലാസ് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ചൂടെടുക്കുമോ? ചൂടുവെള്ളം അകത്തുണ്ട്, പക്ഷെ ചൂടെടുക്കുമോ? ഇല്ല. അതായത് നമുക്ക് ഔട്ടറിലുള്ള ഗ്ലാസ്, ഔട്ടറിലെ ലെയർ രണ്ട് ഇന്നറും ഉണ്ട്, ഔട്ടറും ഉണ്ട്. ഔട്ടറിൽ നമുക്ക് തൊടുമ്പോൾ നമുക്ക് ചൂട് വരില്ല. കാര്യം എന്താ? അവിടെ ഇൻസുലേഷൻ ഉണ്ട്. അകത്താണ് ഇൻസുലേഷൻ. അകത്ത് എന്താണ്? ആ ഇൻ ബിറ്റ്വീൻ അവിടെ വാക്യൂം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇവാക്യുവേറ്റഡ് ആണ് അവിടെ. സോ അതുകൊണ്ടത് എന്താണ്? ഇൻസുലേഷൻ പോലെ ആക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ചൂട് അനുഭവപ്പെടാത്തത്. അങ്ങനല്ലേ പറഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ? പറഞ്ഞിട്ടില്ലേ ക്ലാസ്സിൽ? ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഡെപ്ത് ആയിട്ട് പഠിക്കുന്നത്. അതെ. ആണല്ലേ? മതി. മുന്നത്തെ സിലബസ് പ്രകാരമായിരുന്നു ഇത്ര ഡെപ്തിൽ പോയിക്കൊടുക്കും. ഓക്കെ. സിലബസ് മാറിയതിൽ പിന്നെ ശരി. ഓക്കെ. അപ്പൊ ആ രീതിയിൽ നോക്കിയാൽ മതി. ഇത്തരത്തിൽ ഹീറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് സോളാർ വാട്ടർ ഹീറ്റർ സിസ്റ്റം, ദെൻ ഹോട്ട് വാട്ടർ, കോൾഡ് വാട്ടർ ഡിസ്ട്രിബ്യൂഷന് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന പൈപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ദെൻ വാട്ടർ ഹീറ്റർ. യെസ്. ഓക്കെ. അപ്പൊ അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമേ ഇവിടെ ഞാൻ പറയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ ചോദ്യങ്ങളെ വരികയുള്ളൂ. എന്നിരുന്നാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അതാണ് നമ്മൾ പഠിക്കുന്നതിന്റെ ഒരു രീതി അല്ലെ? ഇത്തരത്തിൽ നമ്മൾ ഒരിപ്പോഴും ഒരു ലെവല് നമ്മൾ എക്സാം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു പടി ഉയർന്ന് നമ്മൾ നിൽക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് സപ്പോസ് ഒരു പടി ഉയർന്നൊരു ചോദ്യം വന്നാലും നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഞാനത് ഉദ്ദേശിച്ചത്. ഓക്കെ, നമ്മുടെ ലെവൽ ഇതാണെങ്കിൽ തന്നെയും ഒരു ലെവലെങ്കിലും നമ്മൾ മുന്നോട്ട് നിന്ന് ഒരു മുഴം എറിയാന്നൊക്കെ പറയത്തില്ലേ? അപ്പൊ നമ്മളെപ്പോഴും ഒരു മുഴം മുന്നോട്ട് എറിഞ്ഞ് വേണം നമ്മൾ നിൽക്കാൻ. കാര്യം ആ ഒരു ലെവലിലും ഒരു ചോദ്യം വിട്ടാൽ നമ്മൾ വിട്ടുകളയരുത്. അപ്പോൾ നമുക്കത് വളരെ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ അത് റിലേഷൻ നമ്മൾ എപ്പോഴാണ്, ഏത് സമയത്ത് നമ്മളുടെ ഈ റിലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന അറിയത്തില്ല. പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ റിലേറ്റ് ചെയ്തെടുക്കാറ് അല്ലെ? ഒന്നിനെ മറ്റൊന്നോട് ഇങ്ങനെ റിലേറ്റ് ചെയ്ത് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്ന രീതി എത്താറുണ്ട്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ. പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ചില അബ്രിവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. അബ്രിവേഷൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, സിംബൽസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് ഒന്ന് രണ്ട് തവണ ഒന്ന് വരച്ചോ ഒന്ന് എഴുതിയൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ അത് ക്ലിയർ ആയിക്കോളും. അത്രേ ഉള്ളൂ. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, പിന്നെ നമുക്ക് തന്നെ കാണുമ്പോൾ അറിയാലോ ചോദിക്കാൻ സാധ്യത ഉള്ളതും ഏകദേശമൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് സാധ്യത കൂടുതലുള്ളത്. ഓക്കെ. അപ്പം ഇതിനകത്തൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയുമോ എന്നുള്ളതാണ് അവർ ചെക്ക് ചെയ്യുന്നത്. അല്ലാതെ ആർക്കും കാണാൻ പറ്റാത്ത സാധനങ്ങളും അല്ലെങ്കിൽ ആർക്കും ഉത്തരം എഴുതാൻ പറ്റാത്ത സാധനങ്ങളും നോക്കിയൊന്നും അവരിങ്ങനെ ക്വസ്റ്റ്യൻ ആക്കി ഇടാറൊന്നുമില്ല. അപ്പൊ അത് ആ രീതിയിലൊന്നും നമ്മുടെ ഈ എക്സാം ഒക്കെ ആ രീതിയിൽ തന്നെ ചിന്തിച്ചാൽ മതിയാവും. ഒരു നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഒരു ITA ലെവലിലുള്ള ഒരു ഉദ്യോഗാർത്ഥി എങ്ങനെയാണ് അവരുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നിന്നും ഇങ്ങനെ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ,
അവരുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് എപ്പോഴും ആ മാഷന്മാർ ചിന്തിക്കുന്നുണ്ടാവുക. കാര്യം അവർ അത്തരത്തിലുള്ള കുട്ടികളുമായിട്ടായിരിക്കും അവർ മിങ്കിൾ ചെയ്ത് അവർ പഠിപ്പിക്കുന്നുണ്ടാവുമല്ലോ ഓട്ടോമാറ്റിക്കലി. ഇൻസ്ട്രക്ടർമാരായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുന്നുണ്ടാവുക. ITA ലെവലിലുള്ള ഇൻസ്ട്രക്ടർമാരായിരിക്കും, അല്ലെങ്കിൽ GA അല്ലെങ്കിൽ SA ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുന്നുണ്ടാവുക. അപ്പോൾ അവര് എപ്പോഴും കുട്ടികളായിട്ട് കൂടുതൽ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ടോപ്പിക്കുകളും അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ടോപ്പിക്കുകളും ഒക്കെ ആയിരിക്കും കൂടുതലും അവർ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതൊക്കെ ആ ഒരു രീതിയിലൂടെ ചിന്തിച്ച് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്കുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവുക കൂടുതലും. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ എക്സാം ഹോളിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഫൈൻ. ഇതിൽ കൂടുതലായിട്ടൊന്നും പ്രത്യേകിച്ച് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി നമ്മൾ കാര്യങ്ങൾ ഇത്തരത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, ഒന്ന് എക്സാം സമയത്ത് രാവിലെ തന്നെ ഹറിബറി ആകാതെ എക്സാം ഡേ രാവിലെ തന്നെ എക്സാം സെന്ററിൽ എത്താൻ ശ്രമിക്കുക. ഹോൾ ടിക്കറ്റ്, പെന്ന്, മറ്റു കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ടോ എന്ന് തലേന്ന് രാത്രിയിൽ തന്നെ ബാഗിനകത്ത് എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുക. 1-2 പേന എടുത്ത് കയ്യിൽ വെച്ചേക്കുക. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റാക്കി ആദ്യമായിട്ട് എന്താണ് ഇത്തരത്തിൽ എക്സാം എഴുതാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. സമയത്തിന് 15 മിനിറ്റ് മുന്നേ മിനിമം ഇത്തരത്തിൽ ഒരു 15 മിനിറ്റ് മുന്നെങ്കിലും എത്താൻ ശ്രമിക്കുക. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ് എക്സാമുമായി ബന്ധപ്പെട്ട്. ഹോൾ ടിക്കറ്റ് ഒക്കെ എല്ലാവരും എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഹോൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് വെക്കുക, പെട്ടെന്ന് തന്നെ പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത് വെക്കുക. ഓക്കെ, എല്ലാം തയ്യാറാക്കി തന്നെ വെക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ഔട്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ OMR ഷീറ്റ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ടൈം നോക്കിക്കൊണ്ട് വേണം നമ്മളത് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി. ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമയത്തിനുള്ളിൽ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സോ അത് റിപ്പീറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസിലൂടെ നമുക്കത് മാറ്റാൻ സാധിക്കും. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ പരീക്ഷ എഴുതി നല്ല രീതിയിൽ മാർക്കുകളൊക്കെ നേടി ഉയർന്ന റാങ്കോടുകൂടി ഈ വർഷം അവസാനത്തോട് തന്നെ എന്താണ് ഒരു ഡിപ്പാർട്ട്മെന്റിൽ കയറി ഒരു സർക്കാർ ജോലി എല്ലാവർക്കും നേരട്ടെ. ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.